ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് യൂണിയനെയും അതിന്റെ പ്രദേശങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം I. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 1, ആർട്ടിക്കിൾ 1 മുതൽ 4 വരെ ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയി നിർവചിക്കുന്നു. ഇത് ഇന്ത്യൻ യൂണിയന്റെ പേരും പ്രദേശങ്ങളും, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവും നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ അതിരുകളിലെ മാറ്റങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പൗരത്വത്തെക്കുറിച്ചുള്ള വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഇത് ഇന്ത്യയുടെ പൗരത്വം നേടുന്നതിനും നഷ്ടപ്പെടുന്നതിനുമുള്ള നിയമങ്ങൾ നിർവചിക്കുന്നു. പാർലമെന്റിനാണ് പൗരത്വ നിയമങ്ങൾ നിർമ്മിക്കാൻ അധികാരം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 3. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3, ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ രാജ്യത്തെ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ ഉറപ്പുനൽകുന്നു. ഈ അവകാശങ്ങൾ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ശിലകളാണ്. നിയമനിർമ്മാണത്തിലൂടെ ഈ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഭരണഘടന ഉറപ്പാക്കുന്നു. മൗലികാവകാശങ്ങളുടെ ലംഘനമുണ്ടായാൽ പൗരന്മാർക്ക് കോടതിയെ സമീപിക്കാൻ അവകാശമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 4. ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗം പാർട്ട് IV ആണ് രാഷ്ട്ര നയനിർദ്ദേശക തത്വങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങൾ ഈ തത്വങ്ങൾ ഉൾക്കൊള്ളുന്നു. രാജ്യത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് മൗലിക കടമകളുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 4A. ഇന്ത്യൻ ഭരണഘടനയുടെ IV ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1976 സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇവ കൂട്ടിച്ചേർക്കപ്പെട്ടു. നിലവിൽ 51A എന്ന അനുച്ഛേദത്തിൽ 11 മൗലിക കടമകളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് യൂണിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 5. ഇന്ത്യൻ ഭരണഘടനയുടെ 5-ാം ഭാഗം പാർട്ട് V യൂണിയൻ ഗവൺമെന്റിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, പാർലമെന്റ്, സുപ്രീം കോടതി, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നിവരെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഭരണഘടനയിലെ ഏറ്റവും വലിയ ഭാഗമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് സംസ്ഥാന ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 6. ഇന്ത്യൻ ഭരണഘടനയുടെ 6-ാം ഭാഗം പാർട്ട് V സംസ്ഥാന ഗവൺമെന്റുകളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഗവർണർ, മുഖ്യമന്ത്രി, മന്ത്രിസഭ, സംസ്ഥാന നിയമനിർമ്മാണ സഭ, ഹൈക്കോടതികൾ എന്നിവയുടെ ഘടനയും അധികാരങ്ങളും ഈ ഭാഗത്തിൽ ഉൾപ്പെടുന്നു. ഇപ്പോൾ റദ്ദാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് 1-ാം പട്ടികയിലെ ബഹുവിഭാഗം സംസ്ഥാനങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നത്? ഭാഗം 7. ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം ഭാഗം പാർട്ട് 7 1-ാം ഷെഡ്യൂളിലെ B വിഭാഗം സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിരുന്നത്. 1956-ലെ 7-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഈ ഭാഗം റദ്ദാക്കുകയും സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നടത്തുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 8. ഇന്ത്യൻ ഭരണഘടനയുടെ 8-ാം ഭാഗം പാർട്ട് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ ഭരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് സ്വന്തമായി നിയമസഭയോ മന്ത്രിസഭയോ ഇല്ലാത്തതിനാൽ കേന്ദ്ര സർക്കാർ നേരിട്ടോ ലഫ്റ്റനന്റ് ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർമാർ വഴിയോ ഭരണം നടത്തുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 9. ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം ഭാഗം പാർട്ട് IX പഞ്ചായത്തുകളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 73-ാം ഭരണഘടനാ ഭേദഗതി 1992 പ്രാബല്യത്തിൽ വന്നതോടെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനാപരമായ പദവി നേടിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ഈ ഭാഗത്തിൽ വിശദീകരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് മുനിസിപ്പാലിറ്റികളുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 9A. ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം ഭാഗം A പാർട്ട് IX മുനിസിപ്പാലിറ്റികളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്.
74-ാം ഭരണഘടനാ ഭേദഗതി 1992 പ്രാബല്യത്തിൽ വന്നതോടെയാണ് നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായ പദവി ലഭിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് സഹകരണ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 9 ഇന്ത്യൻ ഭരണഘടനയുടെ 9-ാം ഭാഗം ബി പാർട്ട് IX സഹകരണ സംഘങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 97-ാം ഭരണഘടനാ ഭേദഗതി 2011 വഴിയാണ് ഈ ഭാഗം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. സഹകരണ സംഘങ്ങളുടെ രൂപീകരണം, പ്രവർത്തനം, ഭരണനിർവഹണം എന്നിവയെക്കുറിച്ചുള്ള നിയമപരമായ വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്? ഭാഗം 10 ഇന്ത്യൻ ഭരണഘടനയുടെ 10-ാം ഭാഗം പാർട്ട് X പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളുടെ ഭരണത്തെയും നിയന്ത്രണത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആദിവാസി വിഭാഗങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ പരമ്പരാഗത അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനും വേണ്ടിയുള്ള പ്രത്യേക വ്യവസ്ഥകൾ ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 11 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 11 ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള നിയമനിർമ്മാണപരവും ഭരണപരവുമായ ബന്ധങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഇത് ഫെഡറൽ ഘടനയുടെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ്. അധികാര വിഭജനം ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് ധനകാര്യം, സ്വത്ത്, കരാറുകൾ, വ്യവഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 12 ഭരണഘടനയുടെ ഭാഗം 12 ആർട്ടിക്കിൾ 264 മുതൽ 300 വരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനകാര്യങ്ങൾ, പൊതുസ്വത്ത്, കരാറുകൾ, വ്യവഹാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ആർട്ടിക്കിൾ 300 നിയമപരമായ സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് ഇന്ത്യയുടെ പ്രദേശത്തിനുള്ളിലെ വ്യാപാരം, വാണിജ്യം, ഇടപഴകൽ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 13 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 13 ആർട്ടിക്കിൾ 301 മുതൽ 307 വരെ രാജ്യത്തിനുള്ളിലെ വ്യാപാര, വാണിജ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇത് സംസ്ഥാനങ്ങൾക്കിടയിൽ തടസ്സമില്ലാത്ത സാമ്പത്തിക ബന്ധങ്ങൾ ഉറപ്പാക്കാനും പൊതുവായ ഒരു ഇന്ത്യൻ കമ്പോളം പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് യൂണിയന്റെയും സംസ്ഥാനങ്ങളുടെയും കീഴിലുള്ള സേവനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 14 ഭരണഘടനയുടെ ഭാഗം 14 ആർട്ടിക്കിൾ 308 മുതൽ 323 വരെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC, സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകൾ PSC എന്നിവയുൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സിവിൽ സർവീസുകളെക്കുറിച്ച് വിശദീകരിക്കുന്നു. സിവിൽ സർവീസ് അംഗങ്ങളുടെ നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 14 42-ാം ഭേദഗതി നിയമം 1976 വഴി കൂട്ടിച്ചേർത്ത ഭാഗം 14 ആർട്ടിക്കിൾ 323 323 ട്രൈബ്യൂണലുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇത് ഭരണപരമായ തർക്കങ്ങളും മറ്റു ചില വിഷയങ്ങളും തീർപ്പാക്കാൻ പ്രത്യേക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കാൻ പാർലമെന്റിന് അധികാരം നൽകുന്നു. ഇത് കോടതികളുടെ ജോലിഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 15 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ തിരഞ്ഞെടുപ്പുകൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ, പാർലമെന്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തിരഞ്ഞെടുപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഇത് ഇന്ത്യയിലെ സ്വതന്ത്രവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പുകൾ ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 16 ഭരണഘടനയുടെ ഭാഗം 16 ആർട്ടിക്കിൾ 330 മുതൽ 342 വരെ പട്ടികജാതി, പട്ടികവർഗം, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, ആംഗ്ലോ ഇന്ത്യൻ സമൂഹം എന്നിവരുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഇത് ഈ വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം, സംവരണം, സാമൂഹിക സാമ്പത്തിക ഉന്നമനം എന്നിവ ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 17
ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 17 ആർട്ടിക്കിൾ 343 മുതൽ 351 വരെ യൂണിയന്റെ ഔദ്യോഗിക ഭാഷ, പ്രാദേശിക ഭാഷകൾ, സുപ്രീം കോടതിയിലും ഹൈക്കോടതികളിലുമുള്ള ഭാഷ, പ്രത്യേക നിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഹിന്ദിയെ ദേവനാഗരി ലിപിയിൽ യൂണിയന്റെ ഔദ്യോഗിക ഭാഷയായി ഇത് അംഗീകരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് അടിയന്തരാവസ്ഥാ വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 18. ഭരണഘടനയുടെ ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 360 വരെ ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, രാഷ്ട്രപതി ഭരണം, സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഐക്യവും നിലനിർത്താൻ ഈ വ്യവസ്ഥകൾ സഹായിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് വിവിധ വ്യവസ്ഥകൾ മിസലേനിയസ് പ്രൊവിഷൻസ് ഉൾക്കൊള്ളുന്നത്? ഭാഗം 19. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 19 ആർട്ടിക്കിൾ 361 മുതൽ 367 വരെ രാഷ്ട്രപതി, ഗവർണർമാർ തുടങ്ങിയവർക്കുള്ള സംരക്ഷണങ്ങൾ, ചില പദവികൾക്കുള്ള വ്യവസ്ഥകൾ, ഭരണഘടനയുടെ വ്യാഖ്യാനം എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് ഭരണഘടനയിലെ മറ്റു ഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത പൊതുവായ വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 20. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 20 ആർട്ടിക്കിൾ 368 പ്രകാരം ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ വിവരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം നൽകുന്ന സുപ്രധാന ഭാഗമാണിത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് താൽക്കാലികവും സംക്രമണപരവും പ്രത്യേകവുമായ വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 21. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 21 ആർട്ടിക്കിൾ 369 മുതൽ 392 വരെ താൽക്കാലികവും സംക്രമണപരവും പ്രത്യേകവുമായ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നു. ഇത് ചില സംസ്ഥാനങ്ങൾക്കും സാഹചര്യങ്ങൾക്കും പ്രത്യേക നിയമങ്ങളും അധികാരങ്ങളും നൽകുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് ചുരുക്കപ്പേര്, പ്രാബല്യം, ഹിന്ദിയിലെ ആധികാരിക പാഠം, റദ്ദാക്കലുകൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 22. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 22 ആർട്ടിക്കിൾ 393 മുതൽ 395 വരെ ഭരണഘടനയുടെ ചുരുക്കപ്പേര്, പ്രാബല്യത്തിൽ വരുന്ന തീയതി, ഹിന്ദിയിലുള്ള ആധികാരിക പാഠം, പഴയ നിയമങ്ങളുടെ റദ്ദാക്കൽ എന്നിവ ഉൾക്കൊള്ളുന്നു. ഇത് ഭരണഘടനയുടെ ഔദ്യോഗികവും നിയമപരവുമായ വശങ്ങൾ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? N.A. പാൽക്കിവാല. പ്രമുഖ നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനുമായ N.A. പാൽക്കിവാലയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. ഭരണഘടനയുടെ തത്വങ്ങളും ലക്ഷ്യങ്ങളും സംക്ഷിപ്തമായി ആമുഖത്തിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഈ വിശേഷണം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായത് എന്താണ്? 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം, ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് അടിസ്ഥാനമായത്. ഇന്ത്യയുടെ ഭാവി ഭരണഘടനയുടെ തത്വങ്ങളും ലക്ഷ്യങ്ങളും ഈ പ്രമേയം വിഭാവനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള 4 പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ 4 പ്രധാന ആശയങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ഇവ ഇന്ത്യൻ സമൂഹത്തിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ അടിസ്ഥാന തത്വങ്ങളാണ്. ആമുഖത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതനുസരിച്ച് ഇന്ത്യൻ ഭരണകൂടത്തിന്റെ സ്വഭാവം എന്താണ്? പരമാധികാരമുള്ള, സോഷ്യലിസ്റ്റ്, മതേതര, ജനാധിപത്യ, റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാരമുള്ള, സോവറൻ, സോഷ്യലിസ്റ്റ്, മതേതര, സെക്യുലർ, ജനാധിപത്യ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആയി പ്രഖ്യാപിക്കുന്നു. ഈ വാക്കുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയാദർശങ്ങളെയും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, തെലങ്കാന എന്നിവ പ്രത്യേക സംസ്ഥാനങ്ങളായി രൂപീകൃതമായത് എന്ന്? ഛത്തീസ്ഗഡ് 2000 നവംബർ 1,
ഉത്തരാഖണ്ഡ് 2000 നവംബർ 9, ജാർഖണ്ഡ് 2000 നവംബർ 15, തെലങ്കാന 2014 ജൂൺ 2. 2000-ൽ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശിൽ നിന്ന്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശിൽ നിന്ന്, ജാർഖണ്ഡ്, ബീഹാറിൽ നിന്ന് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. ഏറ്റവും ഒടുവിൽ രൂപീകരിച്ച സംസ്ഥാനമായ തെലങ്കാന 2014 ജൂൺ 2 ആന്ധ്രാപ്രദേശിൽ നിന്നാണ് വേർപിരിഞ്ഞത്. പുതിയ സംസ്ഥാന രൂപീകരണം പ്രാദേശിക വികസനത്തിനും ഭരണപരമായ കാര്യക്ഷമതയ്ക്കും വേണ്ടിയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദങ്ങളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അനുച്ഛേദങ്ങൾ 5 മുതൽ 11 വരെ. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2-ൽ ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ 5 മുതൽ 11 വരെയാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് എങ്ങനെ ഇന്ത്യൻ പൗരത്വം നേടാം, ഏതൊക്കെ സാഹചര്യങ്ങളിൽ പൗരത്വം നഷ്ടപ്പെടാം, അതുമായി ബന്ധപ്പെട്ട പാർലമെന്റിന്റെ അധികാരങ്ങൾ എന്നിവ ഈ അനുച്ഛേദങ്ങളിൽ വ്യക്തമാക്കുന്നു. ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് ഏതുതരം പൗരത്വമാണ് നൽകുന്നത്? ഏക പൗരത്വം. ഇന്ത്യൻ ഭരണഘടന രാജ്യത്തെ പൗരന്മാർക്ക് ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ് നൽകുന്നത്. ഒരു വ്യക്തിക്ക് ഇന്ത്യയുടെ പൗരത്വം മാത്രമാണ് ഉള്ളത്. പ്രത്യേക സംസ്ഥാന പൗരത്വം എന്ന സങ്കല്പം ഇവിടെയില്ല. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത ഈ ആശയം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് പൗരത്വ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ പാർലമെന്റിന് അധികാരം നൽകുന്നത്? അനുച്ഛേദം 11. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 11 പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിന് നൽകുന്നു. പൗരത്വം നേടുന്നതും നഷ്ടപ്പെടുന്നതും സംബന്ധിച്ച വ്യവസ്ഥകൾ നിർണ്ണയിക്കാൻ ഈ അനുച്ഛേദം പാർലമെന്റിനെ പ്രാപ്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വ നിയമം 1955 പോലുള്ളവ പാർലമെന്റ് പാസാക്കിയത്. പൗരത്വ നിയമം 1955 അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ജനനം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, സ്വാഭാവികവൽക്കരണം, ഒരു പ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത് വഴി. പൗരത്വ നിയമം 1955 അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് 5 പ്രധാന മാർഗങ്ങളുണ്ട്: ജനനം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, സ്വാഭാവികവൽക്കരണം, നാച്ചുറലൈസേഷൻ, ഒരു പ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്നത് വഴി, ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഈ മാനദണ്ഡങ്ങൾ ഓരോന്നും പൗരത്വം നേടുന്നതിനുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളെയും വ്യവസ്ഥകളെയും വിശദീകരിക്കുന്നു. പൗരത്വ ഭേദഗതി നിയമം 2019 അനുസരിച്ച് 2014 ഡിസംബർ 31 അതിനുമുമ്പോ ഇന്ത്യയിൽ പ്രവേശിച്ച അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഏതൊക്കെ വിഭാഗക്കാരെയാണ് അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കാത്തത്? ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ വിഭാഗക്കാർ. പൗരത്വ ഭേദഗതി നിയമം 2019 CAA അനുസരിച്ച് അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മതപരമായ പീഡനം കാരണം ഇന്ത്യയിൽ അഭയം തേടിയ 6 ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രിസ്ത്യൻ 2014 ഡിസംബർ 31 അതിനുമുമ്പോ രാജ്യത്ത് പ്രവേശിച്ചെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരായി കണക്കാക്കില്ല. ഈ നിയമം ഇന്ത്യയിലെ പൗരത്വം നൽകുന്നതിനുള്ള നിലവിലുള്ള വ്യവസ്ഥകളിൽ മാറ്റങ്ങൾ വരുത്തി. ഇന്ത്യൻ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുന്നതിലൂടെ ഇന്ത്യൻ പൗരത്വം നേടാൻ കഴിയുമോ? ഇല്ല. ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 2-ലും പൗരത്വ നിയമം 1955-ലും വിശദീകരിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായും ജനനം, പിന്തുടർച്ച, രജിസ്ട്രേഷൻ, സ്വാഭാവികവൽക്കരണം, പ്രദേശം കൂട്ടിച്ചേർക്കൽ എന്നിവയിലൂടെയാണ്. വെറും പണം നിക്ഷേപിക്കൽ ഒരു യോഗ്യതാ മാനദണ്ഡമല്ല. ഇന്ത്യയിൽ ഏക പൗരത്വം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? ബ്രിട്ടീഷ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തു. ഇത് രാജ്യത്തുടനീളം ഒറ്റ പൗരത്വ സമ്പ്രദായം ഉറപ്പാക്കുന്നു. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പൗരത്വമില്ല. ഇത് ഇന്ത്യയുടെ ഫെഡറൽ ഘടനയിൽ ദേശീയ ഐക്യം നിലനിർത്താൻ സഹായിക്കുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11 അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനും അവസാനിപ്പിക്കുന്നതിനും വ്യവസ്ഥകൾ ചെയ്യാൻ ഏത് അതോറിറ്റിക്കാണ് അധികാരം? പാർലമെന്റ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 11 അനുസരിച്ച് പൗരത്വവുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. ഈ അധികാരം ഉപയോഗിച്ചാണ് പാർലമെന്റ് 1955-ലെ പൗരത്വ നിയമം പാസാക്കിയത്. ഈ നിയമം പൗരത്വം നേടുന്നതിനും നഷ്ടപ്പെടുത്തുന്നതിനുമുള്ള വിശദമായ വ്യവസ്ഥകൾ നൽകുന്നു.
1215 ബ്രിട്ടീഷ് രാജാവ് ജോൺ പുറത്തിറക്കിയ ഏത് ചരിത്രരേഖയാണ് പൗരന്മാരുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ലിഖിത രേഖയായി കണക്കാക്കപ്പെടുന്നത്? മാഗ്ന കാർട്ട. 1215 ബ്രിട്ടീഷ് രാജാവ് ജോൺ ഒപ്പുവെച്ച മാഗ്ന കാർട്ട പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ആദ്യകാല രേഖകളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു. ഇത് രാജാവിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും ചില നിയമപരമായ അവകാശങ്ങൾ ഉറപ്പുനൽകുകയും ചെയ്തു. ഇത് ആധുനിക മൗലികാവകാശങ്ങളുടെയും നിയമവാഴ്ചയുടെയും അടിസ്ഥാനശിലയായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? അവ ഏതു പേരിലും അറിയപ്പെടുന്നു? ഭാഗം 3 ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഈ അവകാശങ്ങൾ വ്യക്തിയുടെ സമഗ്ര വികസനത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവയെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നു, കാരണം ഇത് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. ഏത് നിയമപരമായ അവസ്ഥയാണ് മൗലികാവകാശങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ളത്? സൈനിക ഭരണം, മാർഷ്യൽ ലോ. രാജ്യത്ത് അടിയന്തരാവസ്ഥയോ സൈനിക ഭരണം, മാർഷ്യൽ ലോ നിലവിലിരിക്കുകയാണെങ്കിൽ മൗലികാവകാശങ്ങൾക്ക് നിയന്ത്രണങ്ങൾ വരാം. ആർട്ടിക്കിൾ 33, 34 എന്നിവ സൈനിക ഭരണം ഏർപ്പെടുത്തുമ്പോൾ മൗലികാവകാശങ്ങൾക്കുമേൽ പാർലമെന്റിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അധികാരം നൽകുന്നു. ഇത് പൊതുക്രമം നിലനിർത്തുന്നതിനും രാജ്യസുരക്ഷയ്ക്കും വേണ്ടിയുള്ള താൽക്കാലിക നടപടിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് നിലവിലുള്ള നിയമങ്ങളെ മൗലികാവകാശങ്ങളുമായി പൊരുത്തപ്പെടാത്തപക്ഷം അസാധുവാക്കിക്കൊണ്ട് മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായി പ്രവർത്തിക്കുന്നത്? ആർട്ടിക്കിൾ 13. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 13 മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നതോ അവയുമായി പൊരുത്തപ്പെടാത്തതോ ആയ എല്ലാ നിയമങ്ങളെയും അസാധുവാക്കുന്നു. ഇത് ജുഡീഷ്യൽ അവലോകനത്തിനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും നൽകുന്നു. ഈ ആർട്ടിക്കിൾ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് പൗരന്മാർക്ക് നിലവിൽ എത്ര മൗലികാവകാശങ്ങളാണ് ഉറപ്പുനൽകിയിട്ടുള്ളത്? 6. ഇന്ത്യൻ ഭരണഘടന നിലവിൽ 6 മൗലികാവകാശങ്ങളാണ് പൗരന്മാർക്ക് ഉറപ്പുനൽകുന്നത്. തുടക്കത്തിൽ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും 1978-ലെ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശത്തെ ആർട്ടിക്കിൾ 31 മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും ആർട്ടിക്കിൾ 300A പ്രകാരം നിയമപരമായ അവകാശമാക്കി മാറ്റുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് നിയമത്തിനു മുന്നിൽ സമത്വവും നിയമങ്ങളുടെ തുല്യ സംരക്ഷണവും ഉറപ്പുനൽകുന്നത്? ആർട്ടിക്കിൾ 14. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 രണ്ട് പ്രധാന തത്വങ്ങൾ ഉറപ്പുനൽകുന്നു. നിയമത്തിനു മുന്നിൽ സമത്വം, equality before law, എല്ലാ വ്യക്തികൾക്കും തുല്യമായ നിയമം ബാധകമാക്കുന്നു. നിയമങ്ങളുടെ തുല്യ സംരക്ഷണം, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ്, സമാന സാഹചര്യങ്ങളിലുള്ളവർക്ക് സമാനമായ നിയമങ്ങൾ ബാധകമാക്കണമെന്ന് പറയുന്നു. ഇത് നീതിയും തുല്യതയും ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമത്തിനു മുന്നിൽ സമത്വം, നിയമങ്ങളുടെ തുല്യ സംരക്ഷണം എന്നീ ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? നിയമത്തിനു മുന്നിൽ സമത്വം ബ്രിട്ടനിൽ നിന്നും, നിയമങ്ങളുടെ തുല്യ സംരക്ഷണം യുഎസ്എയിൽ നിന്നും. ആർട്ടിക്കിൾ 14 ഉൾപ്പെടുത്തിയിട്ടുള്ള നിയമത്തിനു മുന്നിൽ സമത്വം എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. നിയമങ്ങളുടെ തുല്യ സംരക്ഷണം എന്ന ആശയം അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചിരിക്കുന്നു. ഈ രണ്ട് തത്വങ്ങളും ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. ഇത് ഇന്ത്യയിൽ നിയമവാഴ്ചയും തുല്യതയും ഉറപ്പാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് മതം, വംശം, ജാതി, ലിംഗം, ജനനസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു പൗരനോടും വിവേചനം കാണിക്കുന്നത് നിരോധിക്കുന്നത്? അനുച്ഛേദം 15. അനുച്ഛേദം 15 ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. ഇത് സമത്വത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. പൗരന്മാർക്കിടയിൽ വിവേചനം തടയുന്നതിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കുന്നു. ഈ അനുച്ഛേദം പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പൊതു തൊഴിൽ കാര്യങ്ങളിൽ അവസരസമത്വം ഉറപ്പുനൽകുന്നത്? അനുച്ഛേദം 16. അനുച്ഛേദം 16 പൊതുമേഖലയിലെ തൊഴിൽ അവസരങ്ങളിൽ എല്ലാ പൗരന്മാർക്കും തുല്യത ഉറപ്പാക്കുന്നു. ഇത് വിവേചനം നിരോധിക്കുകയും യോഗ്യതയുള്ളവർക്ക് അവസരം നൽകുകയും ചെയ്യുന്നു. എന്നാൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്താനുള്ള വ്യവസ്ഥകളും ഈ അനുച്ഛേദത്തിൽ ഉൾപ്പെടുന്നു.
ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പ്രകാരം സ്ഥാനക്കയറ്റങ്ങളിൽ ഭിന്നശേഷിക്കാർക്ക് സംവരണത്തിന് അവകാശമുണ്ടെന്ന് ഇന്ത്യൻ സുപ്രീം കോടതി ഏത് കേസിലാണ് വിധിച്ചത്? സ്റ്റേറ്റ് ഓഫ് കേരള വി. ലീസാമ്മ ജോസഫ് 2021. 2021 സ്റ്റേറ്റ് ഓഫ് കേരള വി. ലീസാമ്മ ജോസഫ് കേസിലാണ് ഭിന്നശേഷിക്കാർക്ക് സ്ഥാനക്കയറ്റങ്ങളിൽ സംവരണത്തിന് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ഇത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും പൊതുമേഖലയിലെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും സഹായകമായ ഒരു സുപ്രധാന വിധിയായിരുന്നു. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിൽ ഈ വിധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 16(4) പൊതുതൊഴിൽ കാര്യങ്ങളിൽ സംസ്ഥാനത്തിന് എന്തു വ്യവസ്ഥകൾ ഏർപ്പെടുത്താൻ അനുവാദം നൽകുന്നു? സംസ്ഥാന സർവീസുകളിൽ മതിയായ പ്രാതിനിധ്യമില്ലാത്ത ഏതെങ്കിലും പിന്നോക്ക വിഭാഗം പൗരന്മാർക്ക് നിയമനങ്ങളിലോ തസ്തികകളിലോ സംവരണം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകൾ. അനുച്ഛേദം 16(4) സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് പൊതുതൊഴിൽ മേഖലകളിൽ സംവരണം ഏർപ്പെടുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്നു. ഇത് പിന്നോക്ക വിഭാഗങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയും സാമൂഹിക അസമത്വം കുറയ്ക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് അയിത്തം നിർത്തലാക്കുകയും അത് ഒരു ശിക്ഷാർഹമായ കുറ്റകൃത്യമാക്കുകയും ചെയ്യുന്നത്? അനുച്ഛേദം 17. അനുച്ഛേദം 17 ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഒന്നാണ്. ഇത് അയിത്തം നിർത്തലാക്കുകയും അതിന്റെ ഏതൊരു രൂപത്തിലുള്ള ആചരണവും നിയമപരമായി ശിക്ഷാർഹമായ കുറ്റമാക്കുകയും ചെയ്യുന്നു. ഈ അനുച്ഛേദം സാമൂഹിക തുല്യതയും നീതിയും ഉറപ്പാക്കുന്നതിൽ ഒരു നാഴികക്കല്ലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പദവികൾ നിർത്തലാക്കുകയും വിദേശ പദവികൾ സ്വീകരിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്? അനുച്ഛേദം 18. അനുച്ഛേദം 18 ഇന്ത്യൻ ഭരണഘടനയുടെ സമത്വത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ്. ഇത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ പദവികൾ നിർത്തലാക്കുകയും അതുവഴി സാമൂഹിക ശ്രേണിയിൽ തുല്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൂടാതെ ഒരു ഇന്ത്യൻ പൗരൻ രാഷ്ട്രപതിയുടെ അനുമതിയില്ലാതെ ഒരു വിദേശ രാജ്യത്തുനിന്നും ഒരു പദവിയും സ്വീകരിക്കാൻ കഴിയില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1) പ്രകാരം നിലവിൽ എത്ര അവകാശങ്ങളാണ് ഉറപ്പുനൽകുന്നത്? 6 അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1) പ്രകാരം പൗരന്മാർക്ക് 6 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പുനൽകുന്നു. തുടക്കത്തിൽ 7 അവകാശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സ്വത്തവകാശം 44-ാം ഭേദഗതിയിലൂടെ നീക്കം ചെയ്യപ്പെട്ടു. അഭിപ്രായ സ്വാതന്ത്ര്യം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19(1) പ്രകാരം ഏതൊക്കെ പ്രത്യേക സ്വാതന്ത്ര്യങ്ങളാണ് ഉറപ്പുനൽകുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും, സമാധാനപരമായി സമ്മേളിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, സംഘടനകളും യൂണിയനുകളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിലുടനീളം സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കാനും സ്ഥിരതാമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം, ഏതെങ്കിലും തൊഴിൽ, ജോലി, വ്യാപാരം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം. അനുച്ഛേദം 19(1) പൗരന്മാർക്ക് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഉറപ്പാക്കുന്നു. ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് പൗരന്റെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിനും സാമൂഹിക പങ്കാളിത്തത്തിനും അത്യന്താപേക്ഷിതമാണ്. ഈ സ്വാതന്ത്ര്യങ്ങൾ ന്യായമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ക്രോമൈറ്റ് ശേഖരങ്ങളിലും ഉത്പാദനത്തിലും ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ഏതാണ്ട് കുത്തകാവകാശമുള്ളത്? ഒഡീഷ. ഇന്ത്യയിൽ ക്രോമൈറ്റിന്റെ ഏറ്റവും വലിയ ഉത്പാദകരും ശേഖരങ്ങളുള്ള സംസ്ഥാനവും ഒഡീഷയാണ്. സുക്കിൻഡ താഴ്വര, സുക്കിന്ദ് വാലി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രോമൈറ്റ് നിക്ഷേപങ്ങളുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ്. പ്രകൃതിയിൽ കാഡ്മിയം സാധാരണയായി എങ്ങനെയാണ് കാണപ്പെടുന്നത്? കാഡ്മിയം സാധാരണയായി സിങ്ക് അയിര് നിക്ഷേപങ്ങളിൽ കാണപ്പെടുന്നു. പലപ്പോഴും ഗ്രീനോക്കൈറ്റ് സീഡീസ് രൂപത്തിൽ. ഒരു പ്രധാന സിങ്ക് അയിര് ധാതുവായ സ്ഫാലറൈറ്റിൽ ചെറിയ അളവിലും ഇത് കാണപ്പെടുന്നു. കാഡ്മിയം ഒരു മൃദുലമായ വെള്ളി വെളുത്ത ലോഹമാണ്. സാധാരണയായി ഇത് സിങ്ക് ഉൽപാദനത്തിന്റെ ഉപോൽപ്പന്നമായാണ് ലഭിക്കുന്നത്. ബാറ്ററികൾ, പിഗ്മെന്റുകൾ, പ്ലേറ്റിംഗുകൾ എന്നിവയിൽ ഇത് ഉപയോഗിക്കുന്നു. കാഡ്മിയം ശേഖരങ്ങൾക്കും ഉത്പാദനത്തിനും പ്രധാനമായും സംഭാവന നൽകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഇന്ത്യയിൽ കാഡ്മിയത്തിന്റെ പ്രധാന ഉത്പാദക സംസ്ഥാനം രാജസ്ഥാനാണ്. സിങ്ക് അയിരിൽ നിന്ന് കാഡ്മിയം വേർതിരിച്ചെടുക്കുന്നതിലൂടെയാണ് ഇതിന്റെ ഉത്പാദനം നടക്കുന്നത്. ആന്റിമണിയുടെ ചില പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്?
ഇലക്ട്രോണിക്സ്, ബഹിരാകാശ പ്രതിരോധം, ഫോട്ടോഗ്രാഫിക് സാമഗ്രികൾ, ഇലക്ട്രോപ്ലേറ്റിംഗ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, പെയിന്റുകൾ, പ്ലാസ്റ്റിക്, ടെക്സ്റ്റൈൽ വ്യവസായങ്ങൾ, പ്രിന്റിംഗിലെ ടൈപ്പ് മെറ്റൽ, ബാറ്ററി വ്യവസായം, സോളാർ പാനലുകളുടെ സ്ഥിരത മെച്ചപ്പെടുത്തുന്നതിന് എന്നിവയിൽ ആന്റിമണി ഉപയോഗിക്കുന്നു. ആന്റിമണി ഒരു അർദ്ധലോഹമാണ്, മെറ്റലോയിഡ്. ഇത് അഗ്നിശമന വസ്തുക്കളിലും ലോഹക്കൂട്ടുകളിലും ഒരു പ്രധാന ഘടകമായി ഉപയോഗിക്കുന്നു. ലെഡ് ആസിഡ് ബാറ്ററികളിൽ ലീഡിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യ ആന്റിമണി ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുന്നുണ്ടോ അതോ പ്രധാനമായും ഇറക്കുമതിയെ ആശ്രയിക്കുന്നുണ്ടോ? ഇന്ത്യ പ്രധാനമായും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്, മുഖ്യമായും റഷ്യയിൽ നിന്ന്. ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും ശേഖരങ്ങളുണ്ടായിട്ടും ആന്റിമണി ഒരു നിർണായക ലോഹമാണ്. ഇലക്ട്രോണിക്സ്, ബാറ്ററികൾ, തീജ്വാല പ്രതിരോധശേഷിയുള്ള വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇത് ഉപയോഗിക്കുന്നു. ഇന്ത്യക്ക് ശേഖരങ്ങളുണ്ടെങ്കിലും വ്യാവസായിക ആവശ്യങ്ങൾക്കായി വലിയൊരളവ് ആന്റിമണി റഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടിവരുന്നു. ഒരു പ്രധാന റാബി വിളയായ ഗോതമ്പ് ഇന്ത്യയിൽ സാധാരണയായി എപ്പോഴാണ് വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നത്? സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിതയ്ക്കുകയും ഫെബ്രുവരി മുതൽ മെയ് വരെ കൊയ്യുകയും ചെയ്യുന്നു. ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഇത് തണുപ്പുകാലത്ത് കൃഷി ചെയ്യുന്ന ഒരു പ്രധാന ധാന്യമാണ്. റാബി വിളകൾ സാധാരണയായി ഒക്ടോബർ-നവംബർ മാസങ്ങളിൽ വിതച്ച് മാർച്ച്-ഏപ്രിൽ മാസങ്ങളിൽ കൊയ്യുന്നു. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയിൽ ഗോതമ്പിനും വലിയ സ്ഥാനമുണ്ട്. മൊത്തം ഗോതമ്പ് ഉൽപ്പാദനത്തിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഹെക്ടറിന് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദനം ഏത് സംസ്ഥാനത്താണ്? മൊത്തം ഉൽപ്പാദനത്തിൽ ഉത്തർപ്രദേശ് മുന്നിട്ട് നിൽക്കുന്നു. ഹെക്ടറിന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം പഞ്ചാബിലാണ്. ഉത്തർപ്രദേശ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോതമ്പ് ഉൽപ്പാദക സംസ്ഥാനമാണ്. എന്നാൽ ഹെക്ടർ ഒന്നിന് ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് പഞ്ചാബിലാണ്. കൃഷിയിലെ ആധുനിക സാങ്കേതിക വിദ്യകളും ജലസേചന സൗകര്യങ്ങളും പഞ്ചാബിന്റെ ഉയർന്ന വിളവിന് കാരണമാകുന്നു. ഇന്ത്യയിലെ പ്രധാന ഗോതമ്പ് ഉൽപ്പാദക സംസ്ഥാനങ്ങളിൽ ചിലത് ഏതാണ്? ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവയാണ് പ്രധാന ഗോതമ്പ് ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളാണ് ഗോതമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. ഈ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ ഗോതമ്പ് ഉൽപ്പാദനത്തിൽ സിംഹഭാഗവും സംഭാവന ചെയ്യുന്നു. റാബി വിളകളിൽ ഗോതമ്പ് ഒരു പ്രധാന വിളയാണ്. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ ആഗോള സ്ഥാനം എന്താണ്? ബ്രസീലിന് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ കരിമ്പ് ഉൽപ്പാദക രാജ്യമാണ് ഇന്ത്യ. കരിമ്പ് ഉൽപ്പാദനത്തിൽ ലോകത്ത് രണ്ടാം സ്ഥാനത്താണ് ഇന്ത്യ. പഞ്ചസാര, ശർക്കര, എത്തനോൾ എന്നിവയുടെ ഉൽപ്പാദനത്തിന് കരിമ്പ് ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ്. കർഷകരുടെ വരുമാനത്തിൽ കരിമ്പ് കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. മൊത്തം അളവിൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനമാണ് ഏറ്റവും വലുത്? ഹെക്ടറിന് ഏറ്റവും കൂടുതൽ കരിമ്പ് വിളവ് ലഭിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? മൊത്തം അളവിൽ ഉത്തർപ്രദേശാണ് ഏറ്റവും വലിയ ഉൽപ്പാദകൻ. എന്നാൽ ഹെക്ടറിന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം തമിഴ്നാട്ടിലാണ്. ഉത്തർപ്രദേശ് മൊത്തം കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. എന്നാൽ ഹെക്ടർ ഒന്നിന് ലഭിക്കുന്ന വിളവിന്റെ കാര്യത്തിൽ തമിഴ്നാടാണ് മുന്നിൽ. തമിഴ്നാട്ടിലെ മികച്ച കാർഷിക രീതികളും കാലാവസ്ഥയും ഇതിന് സഹായകമാകുന്നു. ഇന്ത്യയിലെ പ്രധാന കരിമ്പ് ഉൽപ്പാദക സംസ്ഥാനങ്ങളിൽ ചിലത് ഏതാണ്? ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നിവയാണ് പ്രധാന കരിമ്പ് ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ കരിമ്പ് ഉൽപ്പാദനത്തിൽ വലിയ പങ്ക് വഹിക്കുന്നു. കരിമ്പ് ഉൽപ്പാദനത്തിൽ ഉത്തർപ്രദേശ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നു. ഈ സംസ്ഥാനങ്ങളിലെ മില്ലുകളും കർഷകർക്ക് ഒരുപോലെ പ്രയോജനകരമാണ്. സംഖ്യാസിദ്ധാന്തത്തിന്റെ നമ്പർ തിയറി ഒരു തുടക്കക്കാരനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? പൈത്തഗോറസ്. പ്രാചീന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ പൈത്തഗോറസ് സംഖ്യകൾക്ക് ഗൂഢാർത്ഥങ്ങളുണ്ടെന്നും സംഖ്യാബന്ധങ്ങൾ പ്രപഞ്ചത്തിന്റെ ഘടനയെ നിയന്ത്രിക്കുന്നുവെന്നും വിശ്വസിച്ചു. പൈത്തഗോറിയൻ ത്രിത്വങ്ങൾ, പൈഥാഗറിയൻ ട്രിപ്പിൾസ്, അനുപാതങ്ങൾ എന്നിവ അദ്ദേഹത്തിന്റെ സംഖ്യാസിദ്ധാന്തത്തിലെ പ്രധാന സംഭാവനകളാണ്. സംഖ്യാശാസ്ത്രത്തിന് അടിത്തറ പാകിയ വ്യക്തികളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു. ത്രികോണമിതിയുടെ ട്രിഗണോമെട്രി തുടക്കക്കാരായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ആര്യഭടനും ഹിപ്പാർക്കസും. ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞനായ ആര്യഭടൻ ജ്യാ, സൈൻ, കോജ്യ, കോസൈൻ തുടങ്ങിയ ത്രികോണമിതി ഫംഗ്ഷനുകൾക്ക് അടിത്തറയിട്ടു. ഗ്രീക്ക് ജ്യോതിശാസ്ത്രജ്ഞനായ ഹിപ്പാർക്കസ് ത്രികോണമിതി പട്ടികകൾ,
ട്രിഗണോമെട്രിക് ടേബിൾസ് വികസിപ്പിക്കുകയും ജ്യോതിശാസ്ത്രത്തിലെ കണക്കുകൂട്ടലുകൾക്ക് അവ ഉപയോഗിക്കുകയും ചെയ്തു. ഇവരുടെ സംഭാവനകൾ ത്രികോണമിതിയുടെ വളർച്ചയ്ക്ക് നിർണായകമായി. ഫസി ലോജിക് എന്ന ആശയം വികസിപ്പിച്ചതാര്? ലോഫ്റ്റി അസ്കർ സദേ. ഇറാനിയൻ അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായ ലോഫ്റ്റി അസ്കർ സദേ 1965-ൽ ഫസി ലോജിക് അവതരിപ്പിച്ചു. കൃത്യമല്ലാത്തതും അവ്യക്തവുമായ വിവരങ്ങളെ കൈകാര്യം ചെയ്യാൻ ഈ ലോജിക് സിസ്റ്റം സഹായിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലും കൺട്രോൾ സിസ്റ്റങ്ങളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ചിലപ്പോൾ നരവംശശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ആന്ത്രപ്പോളജി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ്? ഹെറോഡോട്ടസ്. ചരിത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെറോഡോട്ടസ് തന്റെ ചരിത്രങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ വിവിധ ജനവിഭാഗങ്ങളുടെ ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും കുറിച്ച് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിവരണം അദ്ദേഹത്തെ ആദ്യകാല നരവംശശാസ്ത്രജ്ഞരിൽ ഒരാളായി പരിഗണിക്കാൻ ഇടയാക്കുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങളെയും അവരുടെ ജീവിതരീതികളെയും കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹം സംഭാവന നൽകി. ഭൂമിശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ജിയോഗ്രഫി എന്ന് അറിയപ്പെടുന്നത് ആര്? ഇറാത്തോസ്തനീസ്. ഗ്രീക്ക് ബഹുമുഖ പ്രതിഭയായിരുന്ന ഇറാത്തോസ്തനീസ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയ വ്യക്തിയാണ്. ഭൂമിശാസ്ത്രം, ജിയോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും അദ്ദേഹം തന്നെ. ഭൂപടനിർമ്മാണം, അക്ഷാംശം, രേഖാംശം എന്നിവയുടെ വികസനം എന്നിവയിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിർണായകമാണ്. ജനസംഖ്യാശാസ്ത്രത്തിന്റെ ഡെമോഗ്രഫി ഒരു തുടക്കക്കാരനായി അംഗീകരിക്കപ്പെടുന്നത് ആരെയാണ്? ഇബ്ൻ ഖൽദൂൻ. മധ്യകാലഘട്ടത്തിലെ അറബ് പണ്ഡിതനായ ഇബ്ൻ ഖൽദൂൻ ജനസംഖ്യാ ചലനങ്ങൾ, സാമൂഹിക ഘടനകൾ, നാഗരികതകളുടെ ഉത്ഭവവും തകർച്ചയും എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചു. അദ്ദേഹത്തിന്റെ മുഖദ്ദിമ എന്ന ഗ്രന്ഥം ജനസംഖ്യാശാസ്ത്രത്തിലും സാമൂഹ്യശാസ്ത്രത്തിലും നിർണായക സംഭാവനകൾ നൽകി. സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ വളരെ പ്രസക്തമാണ്. ചരിത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് ഹിസ്റ്ററി എന്ന് അറിയപ്പെടുന്നതും ചരിത്രം, ഹിസ്റ്ററി എന്ന പദം ഉപയോഗിച്ചതുമാര്? ഹെറോഡോട്ടസ്. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് പേർഷ്യൻ യുദ്ധങ്ങളെക്കുറിച്ചുള്ള തന്റെ ഹിസ്റ്ററീസ് എന്ന ഗ്രന്ഥത്തിലൂടെ ചരിത്രരചനയ്ക്ക് ശാസ്ത്രീയമായ സമീപനം നൽകി. സംഭവങ്ങളെ അന്വേഷിച്ച് രേഖപ്പെടുത്തുന്നതിനും കാരണങ്ങൾ വിശകലനം ചെയ്യുന്നതിനും അദ്ദേഹം പ്രാധാന്യം നൽകി. ഇതാണ് അദ്ദേഹത്തെ ചരിത്രത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം. അന്താരാഷ്ട്ര നിയമത്തിന്റെ ഇന്റർനാഷണൽ ലോ വികാസത്തിന് സ്വാധീനം ചെലുത്തിയ ചില പ്രമുഖരെ പേരെടുത്തു പറയുക. ആൽബെറിക്കോ ജെന്റിലി, ഫ്രാൻസിസ്കോ ഡി വിക്ടോറിയ, ഹ്യൂഗോ ഗ്രോട്ടിയസ്. ആൽബെറിക്കോ ജെന്റിലി, ഫ്രാൻസിസ്കോ ഡി വിക്ടോറിയ, ഹ്യൂഗോ ഗ്രോട്ടിയസ് എന്നിവർ അന്താരാഷ്ട്ര നിയമത്തിന്റെ സ്ഥാപകരായി കണക്കാക്കപ്പെടുന്നു. നിയമങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഗ്രോട്ടിയസ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെ നിയന്ത്രിക്കുന്ന തത്വങ്ങൾ രൂപീകരിച്ചു. യുദ്ധത്തിലും സമാധാനത്തിലുമുള്ള നിയമങ്ങൾ, ഓൺ ദ ലോ ഓഫ് വാർ ആൻഡ് പീസ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതിയാണ്. ആദ്യകാല ഭാഷാശാസ്ത്രത്തിലെ ലിംഗ്വിസ്റ്റിക്സ് ഒരു തുടക്കക്കാരനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? പാണിനി. BCE 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇന്ത്യൻ വ്യാകരണ പണ്ഡിതനായ പാണിനി സംസ്കൃത ഭാഷയുടെ വ്യാകരണത്തെക്കുറിച്ച് അഷ്ടാധ്യായി എന്ന ഗ്രന്ഥം രചിച്ചു. 4000-തോളം സൂത്രങ്ങളടങ്ങിയ ഈ ഗ്രന്ഥം ഭാഷാശാസ്ത്രത്തിന്റെ ഏറ്റവും ആദ്യകാലത്തെയും സമഗ്രമായതുമായ പഠനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആധുനിക ഭാഷാശാസ്ത്രജ്ഞർക്ക് പോലും ഇത് പ്രചോദനമാണ്. ആധുനിക സാമൂഹ്യശാസ്ത്രത്തിന്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ സോഷ്യോളജി എന്നും സോഷ്യോളജി എന്ന പദം ഉപയോഗിച്ചതുമാര്? അഗസ്റ്റെ കോംടെ. ഫ്രഞ്ച് തത്വചിന്തകനായ അഗസ്റ്റെ കോംടെ സാമൂഹിക പ്രതിഭാസങ്ങളെ ശാസ്ത്രീയമായി പഠിക്കുന്നതിനായി സാമൂഹ്യശാസ്ത്രം എന്ന പുതിയൊരു പഠനശാഖയ്ക്ക് രൂപം നൽകി. 1838-ൽ സോഷ്യോളജി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അദ്ദേഹമാണ്. പോസിറ്റിവിസം എന്ന ആശയത്തിലൂടെ സാമൂഹിക ചിന്തയ്ക്ക് അദ്ദേഹം ഒരു പുതിയ ദിശാബോധം നൽകി. അക്കൗണ്ടിംഗിന്റെയും ബുക്ക് കീപ്പിംഗിന്റെയും പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ലൂക്ക പാസിയോളി. ലൂക്ക പാസിയോളി ഒരു ഇറ്റാലിയൻ ഗണിതശാസ്ത്രജ്ഞനും ഫ്രാൻസിസ്കൻ സന്യാസിയുമായിരുന്നു. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് സിസ്റ്റം അദ്ദേഹമാണ് ചിട്ടപ്പെടുത്തിയത്. ഇത് ആധുനിക അക്കൗണ്ടിംഗ് രീതികളുടെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. സുമ ദ അരിത്മെറ്റിക്ക, ജിയോമെട്രിയ, പ്രൊപ്പോർഷനി എറ്റ് പ്രൊപ്പോർഷനാലിറ്റ എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഈ സമ്പ്രദായം വിശദീകരിക്കുന്നു.
ഇന്ത്യയിലെ ആദ്യകാല സാമ്പത്തിക ശാസ്ത്രജ്ഞരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ്? ചാണക്യൻ, കൗടില്യൻ. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയുമായിരുന്ന ചാണക്യൻ, കൗടില്യൻ എന്നും അറിയപ്പെടുന്നു, അർത്ഥശാസ്ത്രം എന്ന പ്രാചീന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ്. ഈ ഗ്രന്ഥം ഭരണകൂടം, സാമ്പത്തിക നയം, സൈനിക തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഇത് ഇന്ത്യയിലെ സാമ്പത്തിക ശാസ്ത്രചിന്തയുടെ ആദ്യകാല ഉദാഹരണമായി കണക്കാക്കപ്പെടുന്നു. ഗണിതശാസ്ത്രപരമായ സാമ്പത്തിക ശാസ്ത്രത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയത് ആര്? ഡാനിയൽ ബെർണൂലി. സ്വിസ് ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായ ഡാനിയൽ ബെർണൂലി പ്രതീക്ഷിക്കുന്ന യൂട്ടിലിറ്റി സിദ്ധാന്തം, എക്സ്പെക്റ്റഡ് യൂട്ടിലിറ്റി തിയറി, വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ സിദ്ധാന്തം അപകടസാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ എങ്ങനെ തീരുമാനമെടുക്കുന്നു എന്ന് വിശദീകരിക്കുന്നു. ഇത് ഗണിതശാസ്ത്രപരമായ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന അടിസ്ഥാന ശിലയാണ്. അദ്ദേഹത്തിന്റെ ഹൈഡ്രോഡൈനാമിക്ക എന്ന കൃതിയിലും സാമ്പത്തിക ശാസ്ത്രപരമായ ആശയങ്ങൾ ഉൾപ്പെടുന്നു. ഗ്രാമീൺ ബാങ്ക് സ്ഥാപിക്കുകയും മൈക്രോ ക്രെഡിറ്റ് എന്ന ആശയം മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്തത് ആര്? മുഹമ്മദ് യൂനുസ്. ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രൊഫസർ മുഹമ്മദ് യൂനുസ് ദരിദ്രർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്നതിനായി ചെറിയ വായ്പകൾ, മൈക്രോ ക്രെഡിറ്റ് നൽകുന്ന ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ചു. ഈ സംരംഭത്തിന് 2006-ൽ അദ്ദേഹത്തിനും ഗ്രാമീൺ ബാങ്കിനും സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ വലിയൊരു മുന്നേറ്റമായി കണക്കാക്കപ്പെടുന്നു. വെളുത്ത വിനാഗിരിയിലെ പ്രധാന ഘടകത്തിന്റെ രാസനാമം എന്താണ്? അസറ്റിക് ആസിഡ്, CH3COOH. അസറ്റിക് ആസിഡ് എത്തനോയിക് ആസിഡ് എന്നും അറിയപ്പെടുന്നു. കാർബോക്സിലിക് ആസിഡ് കുടുംബത്തിൽപ്പെട്ട ഒരു ഓർഗാനിക് സംയുക്തമാണ്. ഇതിന് പുളിച്ച രുചിയുണ്ട്. വിനാഗിരിക്ക് അതിന്റെ പ്രത്യേക ഗന്ധവും രുചിയും നൽകുന്നത് അസറ്റിക് ആസിഡാണ്. ഭക്ഷ്യ വ്യവസായത്തിലും വ്യാവസായിക മേഖലകളിലും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. നെയിൽ പോളിഷ് റിമൂവറായി സാധാരണയായി ഉപയോഗിക്കുന്ന ലായകത്തിന്റെ രാസനാമവും രാസസൂത്രവും എന്താണ്? അസറ്റോൺ, CH3COCH3. പ്രൊപ്പനോൺ എന്നും അറിയപ്പെടുന്ന അസറ്റോൺ ഒരു ഓർഗാനിക് സംയുക്തവും ഏറ്റവും ലളിതമായ കീറ്റോണുമാണ്. ഇത് വെള്ളത്തിൽ ലയിക്കുന്നതും വേഗത്തിൽ ബാഷ്പീകരിക്കുന്നതുമായ ഒരു ദ്രാവകമാണ്. ഇത് പെയിന്റ്, വാർണിഷ്, നെയിൽ പോളിഷ് എന്നിവ ലയിപ്പിക്കാൻ കഴിവുള്ളതിനാൽ ഒരു ലായകമായി വ്യാപകമായി ഉപയോഗിക്കുന്നു. ലാബോറട്ടറികളിലും ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ആസ്പിരിന്റെ രാസനാമം എന്താണ്? അസറ്റൈൽസാലിസിലിക് ആസിഡ്, C9H8O4. അസറ്റൈൽസാലിസിലിക് ആസിഡ് എന്നത് പനി കുറയ്ക്കുന്നതിനും വേദന ശമിപ്പിക്കുന്നതിനും വീക്കം കുറയ്ക്കുന്നതിനും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. ഇത് സാലിസിലിക് ആസിഡിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ഡെറിവേറ്റീവാണ്. ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവ തടയുന്നതിനുള്ള രക്തം കട്ടപിടിക്കുന്നത് കുറയ്ക്കുന്ന ആന്റിപ്ലേറ്റ്ലെറ്റ് ഏജന്റായും ഇത് ഉപയോഗിക്കാറുണ്ട്. ഫോയിലുകളിലും വയറുകളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന അലുമിനിയം എന്ന ലോഹത്തിന്റെ രാസചിഹ്നം എന്താണ്? Al. അലുമിനിയം ആവർത്തന പട്ടികയിലെ ഒരു ലോഹമാണ്. അതിന്റെ രാസചിഹ്നം Al ആണ്. ഭാരം കുറഞ്ഞതും എന്നാൽ ശക്തിയുള്ളതുമായ ഈ ലോഹം ഓക്സിഡേഷനെ പ്രതിരോധിക്കുന്നതിനാൽ പാചകപാത്രങ്ങൾ, വിമാനഭാഗങ്ങൾ, വൈദ്യുത കമ്പികൾ, പാക്കേജിംഗ് ഫോയിലുകൾ എന്നിവ നിർമ്മിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും കൂടുതലുള്ള ലോഹങ്ങളിൽ ഒന്നാണിത്. ആന്റാസിഡ് ഗുളികകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന രാസസംയുക്തം ഏതാണ്? അലുമിനിയം ഹൈഡ്രോക്സൈഡ്, Al(O3). അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഒരു ആന്റാസിഡായി ഉപയോഗിക്കുന്ന ഒരു രാസസംയുക്തമാണ്. ഇത് വയറ്റിലെ അധിക ആസിഡിനെ നിർവീര്യമാക്കുകയും നെഞ്ചരിച്ചിൽ, ദഹനക്കേട്, പുളിച്ചുതികട്ടൽ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ചിലപ്പോൾ മലബന്ധം ഉണ്ടാക്കാനുള്ള സാധ്യത കാരണം ഇത് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡുമായി ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. വെള്ളത്തിൽ ലയിക്കുമ്പോൾ അമോണിയയുടെ രാസസൂത്രം എന്താണ്? NH3 അമോണിയ NH3 വെള്ളത്തിൽ ലയിക്കുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡ് രൂപപ്പെടുന്നു. ഇതിനെ ജലീയ അമോണിയ അല്ലെങ്കിൽ അമോണിയ ലായനി എന്ന് വിളിക്കുന്നു. ഇതിന്റെ രാസസൂത്രം NH3 എന്ന് രേഖപ്പെടുത്തുന്നു. ഇവിടെ എന്നത് aqueous ജലീയ ലായനി എന്ന് സൂചിപ്പിക്കുന്നു. ഇത് വ്യാവസായിക മേഖലകളിലും വീട്ടുപകരണങ്ങൾ വൃത്തിയാക്കാനും വളമായും വ്യാപകമായി ഉപയോഗിക്കുന്നു. NH4 എന്ന രാസവാക്യമുള്ള ഏത് അമോണിയം സംയുക്തമാണ് വളമായി ഉപയോഗിക്കുന്നത്?
അമോണിയം ഫോസ്ഫേറ്റ്. അമോണിയം ഫോസ്ഫേറ്റ് NPK വളങ്ങളുടെ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഒരു പ്രധാന ഘടകമാണ്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജനും ഫോസ്ഫറസും ഇത് നൽകുന്നു. കാർഷിക മേഖലയിൽ വിളവ് വർദ്ധിപ്പിക്കാൻ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. NH4 2SO4 എന്ന രാസവാക്യമുള്ള വളത്തിന്റെ രാസനാമം എന്താണ്? അമോണിയം സൾഫേറ്റ്. അമോണിയം സൾഫേറ്റ് ഒരു നൈട്രജൻ, സൾഫർ വളമാണ്. മണ്ണിലെ നൈട്രജന്റെ അളവ് വർദ്ധിപ്പിക്കാനും സൾഫർ പോഷകങ്ങൾ നൽകാനും ഇത് സഹായിക്കുന്നു. അസിഡിറ്റി കൂട്ടുന്നതിനാൽ ചില മണ്ണുകളിൽ ഇത് കൂടുതൽ അനുയോജ്യമാണ്. വിറ്റാമിൻ സിയുടെ രാസനാമം എന്താണ്? അസ്കോർബിക് ആസിഡ് CrH8OR. അസ്കോർബിക് ആസിഡ്, അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന വിറ്റാമിൻ സി രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൊളാജിൻ ഉത്പാദനത്തിനും ആന്റിഓക്സിഡന്റ് ഗുണങ്ങൾക്കും പേരുകേട്ടതാണ്. സിട്രസ് പഴങ്ങളിലും പച്ചക്കറികളിലും ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇതിന്റെ അഭാവം സ്കർവി രോഗത്തിന് കാരണമാകും. സാധാരണയായി ഉറുമ്പിനെയും പാറ്റയെയും കൊല്ലാൻ ഉപയോഗിക്കുന്ന H3BO3 എന്ന സംയുക്തത്തിന്റെ രാസനാമവും രാസവാക്യവും എന്താണ്? ബോറിക് ആസിഡ് H3BO3. ബോറിക് ആസിഡ് ഒരു ദുർബലമായ ആസിഡാണ്. ഇത് കീടനാശിനിയായും ആന്റിസെപ്റ്റിക്കായും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നു. H3BO3 എന്ന രാസവാക്യമുള്ള ഇത് ഉറുമ്പുകൾക്കും പാറ്റകൾക്കും വിഷകരമാണ്. അവയുടെ ദഹനവ്യവസ്ഥയെയും നാഡീവ്യവസ്ഥയെയും ബാധിക്കുന്നു. ലൈറ്റർ ഇന്ധനമായി സാധാരണയായി ഉപയോഗിക്കുന്ന വാതകത്തിന്റെ രാസനാമവും രാസവാക്യവും എന്താണ്? ബ്യൂട്ടേൻ C4H10. ബ്യൂട്ടേൻ C4H10 എന്ന രാസവാക്യമുള്ള ഒരു ഓർഗാനിക് സംയുക്തമാണ്. ഇത് പ്രകൃതിവാതകത്തിലും പെട്രോളിയത്തിലും കാണപ്പെടുന്നു. കൂടാതെ LPG യുടെ പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ലൈറ്ററുകളിലും പോർട്ടബിൾ സ്റ്റൗകളിലും ഇന്ധനമായി ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. കാപ്പിയിൽ കാണുന്നതും നോഡോസ് പോലുള്ള ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നതുമായ ഉത്തേജകത്തിന്റെ രാസനാമവും രാസവാക്യവും എന്താണ്? കഫീൻ C8H10N4O2. കാഫീൻ C8H10N4O2 എന്ന രാസവാക്യമുള്ള ഒരു സ്വാഭാവിക ഉത്തേജകമാണ്. ഇത് കാപ്പി, ചായ, കൊക്കോ എന്നിവയിൽ കാണപ്പെടുന്നു. കേന്ദ്ര നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിച്ച് ക്ഷീണം കുറയ്ക്കാനും ജാഗ്രത വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. ചുണ്ണാമ്പുകല്ലിന്റെ ലൈംസ്റ്റോൺ അല്ലെങ്കിൽ കാർബണേറ്റ് ഓഫ് ലൈമിന്റെ കാർബണേറ്റ് ഓഫ് ലൈം രാസനാമവും രാസവാക്യവും എന്താണ്? കാൽസ്യം കാർബണേറ്റ് CaCO3. കാൽസ്യം കാർബണേറ്റ് CaCO3 എന്ന രാസവാക്യമുള്ള ഒരു സാധാരണ രാസസംയുക്തമാണ്. ചുണ്ണാമ്പുകല്ല്, മാർബിൾ, ചോക്ക് എന്നിവയുടെ പ്രധാന ഘടകമാണിത്. നിർമ്മാണ സാമഗ്രിയായും ആസിഡ് നിർവീര്യമാക്കാനും ഇത് ഉപയോഗിക്കുന്നു. CaCl2 എന്ന രാസവാക്യമുള്ള ഏത് രാസസംയുക്തമാണ് സാധാരണയായി ഐസ് ഉരുക്കാനും റോഡ് ഉപ്പായും ഉപയോഗിക്കുന്നത്? കാൽസ്യം ക്ലോറൈഡ് CaCl2. കാൽസ്യം ക്ലോറൈഡ് CaCl2 എന്ന രാസവാക്യമുള്ള ഒരു അയോണിക് സംയുക്തമാണ്. ഐസ് ഉരുക്കാനുള്ള കഴിവ്, റോഡ് ഉപ്പായി ഉപയോഗം, ഈർപ്പം വലിച്ചെടുക്കാനുള്ള ശേഷി എന്നിവയ്ക്ക് ഇത് അറിയപ്പെടുന്നു. ഭക്ഷണ സംരക്ഷണത്തിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഒരു ഉപഗ്രഹത്തിന്റെ പരിക്രമണ കാലഘട്ടം അതിന്റെ ഭാരവുമായും ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള ഉയരവുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു ഉപഗ്രഹത്തിന്റെ പരിക്രമണ കാലഘട്ടം ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നുള്ള അതിന്റെ ഉയരത്തെ ആശ്രയിച്ചിരിക്കുന്നു. ദൂരം കൂടുമ്പോൾ കാലഘട്ടവും വർദ്ധിക്കുന്നു. എന്നാൽ ഇത് ഉപഗ്രഹത്തിന്റെ ഭാരത്തെ ആശ്രയിക്കുന്നില്ല. കെപ്ലറുടെ ഗ്രഹചലന നിയമങ്ങളനുസരിച്ച് ഒരു ഉപഗ്രഹത്തിന്റെ പരിക്രമണ കാലഘട്ടം അതിന്റെ ഭ്രമണപഥത്തിന്റെ ആരം, ഭൂമിയിൽ നിന്നുള്ള ഉയരം മാത്രമാണ് ആശ്രയിക്കുന്നത്. ഉപഗ്രഹത്തിന്റെ ഭാരത്തതിന് ഈ കാലഘട്ടവുമായി നേരിട്ട് ബന്ധമില്ല. അതിനാൽ ഭാരം കുറഞ്ഞതോ കൂടിയതോ ആയ ഉപഗ്രഹങ്ങൾക്ക് ഒരേ ഉയരത്തിൽ ഒരേ പരിക്രമണ കാലഘട്ടം ഉണ്ടാകും. എന്താണ് ഭൗമസമന്വയ ഭ്രമണപഥം ജിയോസിൻക്രണസ് ഓർബിറ്റ്? അതിന്റെ സാധാരണ ഉയരം എത്രയാണ്? ഭൗമസമന്വയ ഭ്രമണപഥം എന്നത് ഒരു ഉപഗ്രഹം ഭൂമിയെ അതിന്റെ ഭ്രമണവേഗതയ്ക്ക് 24 മണിക്കൂർ തുല്യമായ വേഗതയിൽ ചുറ്റുന്ന ഭ്രമണപഥമാണ്.
ഇതിന്റെ ഏകദേശ ഉയരം 36,000 കിലോമീറ്റർ ആണ്, 35,786 കിലോമീറ്റർ. ഭൗമസമന്വയ ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഭ്രമണവേഗതയ്ക്ക് തുല്യമായ വേഗതയിൽ കറങ്ങുന്നതിനാൽ അവ ആകാശത്ത് ഒരേ സ്ഥാനത്ത് നിൽക്കുന്നതായി കാണപ്പെടുന്നു. ഇത് പ്രധാനമായും ആശയവിനിമയത്തിനും നിരീക്ഷണങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഉപഗ്രഹം ഭൂമിയിൽ ഒരു നിശ്ചിത അക്ഷാംശരേഖയ്ക്ക് മുകളിൽ സ്ഥിരമായി നിൽക്കാൻ ഇത് സഹായിക്കുന്നു. എന്താണ് ഭൗമസ്ഥിര ഭ്രമണപഥം, ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്? അതിന്റെ പ്രാഥമിക ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഭൗമസ്ഥിര ഭ്രമണപഥം എന്നത് ഭൂമധ്യരേഖാ തലത്തിൽ എക്വറ്റോറിയൽ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഭൗമസമന്വയ ഭ്രമണപഥമാണ്. ഇത് ഉപഗ്രഹത്തെ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ സ്ഥിരമായി നിൽക്കുന്നതായി തോന്നിപ്പിക്കുന്നു. ആശയവിനിമയ ഉപഗ്രഹങ്ങൾ സാധാരണയായി ഈ ഭ്രമണപഥങ്ങളിലാണ് വിക്ഷേപിക്കാറ്. ഭൗമസ്ഥിര ഭ്രമണപഥം ഭൂമധ്യരേഖയ്ക്ക് നേരെ 35,786 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതിചെയ്യുന്നു. ഈ ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങൾ ഭൂമിക്ക് ആപേക്ഷികമായി ഒരേ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ നിരന്തരമായ ആശയവിനിമയത്തിനും ടെലിവിഷൻ സംപ്രേക്ഷണം, കാലാവസ്ഥാ നിരീക്ഷണം എന്നിവയ്ക്കും ഇത് അനുയോജ്യമാണ്. ഇൻസാറ്റ് പോലുള്ള ഇന്ത്യൻ ഉപഗ്രഹങ്ങൾ ഈ ഭ്രമണപഥത്തിലാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് ധ്രുവ ഉപഗ്രഹങ്ങൾ, പോളർ സാറ്റലൈറ്റ്സ്? അവ പ്രധാനമായും എന്തിനുവേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ധ്രുവ ഉപഗ്രഹങ്ങൾക്ക് വളരെ കുറഞ്ഞ ഭ്രമണപഥങ്ങളാണുള്ളത്, സാധാരണയായി 500 മുതൽ 800 വരെ കിലോമീറ്റർ. അവ ഭൂമിയുടെ ധ്രുവങ്ങൾക്ക് ചുറ്റും വടക്ക് തെക്ക് ദിശയിൽ സഞ്ചരിക്കുന്നു. ഇവ പ്രധാനമായും കാലാവസ്ഥാ പഠനങ്ങൾക്കും ഭൂമിശാസ്ത്ര സർവേകൾക്കും പാരിസ്ഥിതിക പഠനങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത്. ധ്രുവ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിന് വളരെ അടുത്തുകൂടി സഞ്ചരിക്കുന്നതിനാൽ ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിക്കാൻ കഴിയും. ഓരോ ഭ്രമണത്തിലും ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങൾ നിരീക്ഷിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. വിദൂര സംവേദനം, റിമോട്ട് സെൻസിംഗ്, പരിസ്ഥിതി നിരീക്ഷണം, സൈനിക ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഈ ഉപഗ്രഹങ്ങൾ സഹായകമാണ്. പലായന പ്രവേഗം, എസ്കേപ്പ് വെലോസിറ്റി നിർവചിക്കുക. കൂടാതെ ഭൂമിക്കും ചന്ദ്രനും ഇത് എത്രയാണെന്ന് രേഖപ്പെടുത്തുക. ഒരു വസ്തുവിനെ ഒരു ഖഗോള വസ്തുവിന്റെ ഉപരിതലത്തിൽ നിന്ന് അതിന്റെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പലായന പ്രവേഗം. ഭൂമിക്ക് ഇത് 11.2 കിലോമീറ്റർ സെക്കൻഡും ചന്ദ്രന് 2.38 കിലോമീറ്റർ സെക്കൻഡുമാണ്. പലായന പ്രവേഗം എന്നത് ഒരു വസ്തുവിന് ബഹിരാകാശത്തേക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ വേഗതയാണ്. ഈ പ്രവേഗത്തിൽ കുറഞ്ഞ വേഗതയിൽ ഒരു വസ്തുവിനെ എറിഞ്ഞാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം തിരികെ വരും. ഓരോ ഖഗോള വസ്തുവിനും അതിന്റെ പിണ്ഡവും വ്യാസവും അനുസരിച്ച് വ്യത്യസ്തമായ പലായന പ്രവേഗമാണുള്ളത്. ഭൂമിക്കരികിലുള്ള ഒരു ഉപഗ്രഹത്തിന്റെ ഭ്രമണ വേഗതയും ഭൂമിയുടെ പലായന പ്രവേഗവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഭൂമിക്കരികിലുള്ള ഒരു ഉപഗ്രഹത്തിന്റെ ഭ്രമണ വേഗത ആണെങ്കിൽ പലായന പ്രവേഗം ഏകദേശം വർഗ്ഗമൂലം 2 മടങ്ങ് ഏകദേശം 1.414 ആയിരിക്കും. ഭ്രമണവേഗത ഈ ഘടകത്താൽ വർദ്ധിക്കുകയാണെങ്കിൽ ഉപഗ്രഹം ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്ന് രക്ഷപ്പെടും. ഭൗതികശാസ്ത്രത്തിലെ ഗുരുത്വാകർഷണ തത്വങ്ങൾ അനുസരിച്ച് ഒരു ഉപഗ്രഹം ഒരു ഭ്രമണപഥത്തിൽ തുടരാൻ ആവശ്യമായ വേഗതയും ഭൂമിയുടെ ആകർഷണത്തിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാൻ ആവശ്യമായ പലായന പ്രവേഗവും തമ്മിൽ ഒരു നിശ്ചിത ബന്ധമുണ്ട്. പലായന പ്രവേഗം ഭ്രമണവേഗതയുടെ ഏകദേശം 1.414 മടങ്ങ് കൂടുതലായിരിക്കും. 1798 ജൂണിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം, പിണ്ഡം, സാന്ദ്രത എന്നിവ ആദ്യമായി അളന്നതായി റിപ്പോർട്ട് ചെയ്തത് ആരാണ്? 1798 ജൂണിൽ ഹെൻറി കാവൻഡിഷ് ആണ് ഭൂമിയുടെ പിണ്ഡം, സാന്ദ്രത എന്നിവയോടൊപ്പം ഗുരുത്വാകർഷണ സ്ഥിരാങ്കവും അളന്നതായി റിപ്പോർട്ട് ചെയ്തത്. ഹെൻറി കാവൻഡിഷ് തന്റെ പ്രസിദ്ധമായ ടോർഷൻ ബാലൻസ് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തിലൂടെയാണ് ഈ സുപ്രധാന കണ്ടെത്തലുകൾ നടത്തിയത്. ഇത് ഭൂമിയുടെ ഭാരം കൃത്യമായി നിർണ്ണയിക്കാനും സാർവത്രിക ഗുരുത്വാകർഷണ നിയമത്തിലെ ജി എന്ന സ്ഥിരാങ്കത്തിന്റെ മൂല്യം ആദ്യമായി കണ്ടെത്താനും സഹായിച്ചു. ഈ കണ്ടെത്തൽ ആധുനിക ഭൗതികശാസ്ത്രത്തിന് ഒരു വലിയ സംഭാവനയായിരുന്നു. ലളിത ഹാർമോണിക് ചലനം, സിമ്പിൾ ഹാർമോണിക് മോഷൻ (SHM) നിർവചിക്കുക. ഒരു ഉദാഹരണം നൽകുക. ലളിത ഹാർമോണിക് ചലനം (SHM) എന്നത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആവർത്തിക്കുന്ന മുൻപോട്ടും പുറകോട്ടുമുള്ള ചലനമാണ്. ഇവിടെ പുനഃസ്ഥാപിക്കുന്ന ബലം റെസ്റ്റോറിംഗ് ഫോഴ്സ് സ്ഥാനാന്തരത്തിന് നേരാനുപാതികവും വിപരീത ദിശയിലുമായിരിക്കും. ഒരു സ്പ്രിംഗിൽ ഘടിപ്പിച്ച പിണ്ഡത്തിന്റെ ചലനമോ ചെറിയ കോണിൽ ആട്ടിയാടുന്ന ലളിതമായ പെൻഡുലമോ ഇതിന് ഉദാഹരണമാണ്. ലളിത ഹാർമോണിക് ചലനം ആവർത്തന സ്വഭാവമുള്ളതും ഏറ്റവും ലളിതമായ ദോലന ചലനവുമാണ്.
ഈ ചലനം നടത്തുന്ന ഒരു വസ്തു എല്ലായ്പ്പോഴും ഒരു സമതുലിതാവസ്ഥയിലേക്ക് തിരിച്ചുവരാൻ ശ്രമിക്കുന്നു. ഈ പ്രതിഭാസം ശബ്ദതരംഗങ്ങൾ, പ്രകാശതരംഗങ്ങൾ, ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ എന്നിവയുൾപ്പെടെ പ്രകൃതിയിലും സാങ്കേതികവിദ്യയിലും വ്യാപകമായി കാണപ്പെടുന്നു. ദോലന ചലനത്തിന്റെ പശ്ചാത്തലത്തിൽ ആവർത്തനകാലവും ടൈം പീരിയഡ്, ആവൃത്തിയും ഫ്രീക്വൻസി നിർവചിക്കുക. ആവൃത്തിയുടെ സി യൂണിറ്റ് രേഖപ്പെടുത്തുക. ഒരു പൂർണ്ണമായ ദോലനം അല്ലെങ്കിൽ കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് ആവർത്തനകാലം, ടൈം പീരിയഡ്. ഒരു സെക്കൻഡിൽ ഒരു വസ്തു പൂർത്തിയാക്കുന്ന ദോലനങ്ങളുടെ അല്ലെങ്കിൽ കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി, ഫ്രീക്വൻസി. ആവൃത്തിയുടെ സി യൂണിറ്റ് ഹെർട്സ്, എച്ച് അല്ലെങ്കിൽ സെക്കൻഡ് ഘാതം 1 ആണ്. ആവർത്തന കാലവും ആവൃത്തിയും ദോലന ചലനങ്ങളുടെ അടിസ്ഥാന സവിശേഷതകളാണ്. ഇവ പരസ്പരം വിപരീത അനുപാതത്തിലാണ്. T=1 F. ഈ ആശയങ്ങൾ ശബ്ദം, പ്രകാശം, റേഡിയോ തരംഗങ്ങൾ തുടങ്ങി ആവർത്തന സ്വഭാവമുള്ള എല്ലാ പ്രതിഭാസങ്ങളിലും നിർണായകമാണ്. നിരവധി ശാസ്ത്രീയവും സാങ്കേതികവുമായ പ്രയോഗങ്ങളിൽ ഇവയ്ക്ക് പ്രാധാന്യമുണ്ട്. ഒരു സെക്കൻഡ് പെൻഡുലം എന്നാൽ എന്താണ്? ഒരു സെക്കൻഡ് പെൻഡുലം എന്നാൽ 2 സെക്കൻഡ് ആവർത്തനകാലമുള്ള ഒരു പെൻഡുലമാണ്. ഒരു സെക്കൻഡ് പെൻഡുലം എന്നാൽ ആവർത്തനകാലം 2 സെക്കൻഡ് ആയ ഒരു ലളിത പെൻഡുലമാണ്. ഈ പെൻഡുലം ഒരു വശത്തേക്ക് പൂർണ്ണമായി സഞ്ചരിക്കാൻ ഒരു സെക്കൻഡ് സമയമെടുക്കുന്നു. പരീക്ഷണശാലകളിൽ സമയവും ആവർത്തനകാലവും അളക്കുന്നതിന് ഇത് ഉപയോഗിക്കാറുണ്ട്. ഒരു ലളിത പെൻഡുലത്തിന്റെ ആവർത്തനകാലത്തിനുള്ള സൂത്രവാക്യം എന്താണ്? അത് പെൻഡുലത്തിന്റെ പിണ്ഡത്തെയും നീളത്തെയും എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു? ഒരു ലളിത പെൻഡുലത്തിന്റെ ആവർത്തനകാലം T=2 π വർഗ്ഗമൂലം L G എന്ന സൂത്രവാക്യം ഉപയോഗിച്ച് നൽകിയിരിക്കുന്നു. ഇവിടെ L ചരടിന്റെ നീളവും G ഗുരുത്വാകർഷണ ത്വരണമാണ്. ആവർത്തനകാലം പെൻഡുലത്തിന്റെ പിണ്ഡത്തെ ആശ്രയിക്കുന്നില്ല. ഒരു ലളിത പെൻഡുലത്തിന്റെ ആവർത്തനകാലം അതിന്റെ നീളത്തിന്റെ വർഗ്ഗമൂലത്തിന് നേരിട്ട് ആനുപാതികമാണ്, കൂടാതെ ഗുരുത്വാകർഷണ ത്വരണം G യുടെ വർഗ്ഗമൂലത്തിന് വിപരീത ആനുപാതികവുമാണ്. പെൻഡുലത്തിന്റെ ബോബിന്റെ പിണ്ഡം ആവർത്തനകാലത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. വേനൽക്കാലത്ത് പെൻഡുലം ക്ലോക്കുകൾക്ക് വേഗത കുറയാൻ കാരണം എന്താണ്? വേനൽക്കാലത്ത് താപവികാസം കാരണം പെൻഡുലത്തിന്റെ നീളം കൂടുന്നതുകൊണ്ട് പെൻഡുലം ക്ലോക്കുകൾക്ക് വേഗത കുറയാൻ സാധ്യതയുണ്ട്. ആവർത്തനകാലം T പെൻഡുലത്തിന്റെ നീളത്തിന്റെ L വർഗ്ഗമൂലത്തിന് നേരിട്ട് ആനുപാതികമായതിനാൽ L വർദ്ധിക്കുന്നത് T വർദ്ധിക്കുന്നതിനും ക്ലോക്ക് വേഗത കുറയുന്നതിനും കാരണമാകുന്നു. താപനില വർദ്ധിക്കുമ്പോൾ ലോഹങ്ങൾ വികസിക്കുന്നു. വേനൽക്കാലത്ത് പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ അതിന്റെ ആവർത്തനകാലം വർദ്ധിക്കുകയും ഓരോ ആന്തോളനത്തിനും കൂടുതൽ സമയമെടുക്കുകയും ചെയ്യുന്നു. ഇത് ക്ലോക്ക് പതുക്കെ പ്രവർത്തിക്കുന്നതിനും കൃത്യമായ സമയം നൽകാതിരിക്കുന്നതിനും കാരണമാകുന്നു. ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രനിൽ ഒരു ലളിത പെൻഡുലത്തിന്റെ ആവർത്തനകാലത്തിന് എങ്ങനെ മാറ്റം വരും? ഭൂമിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രനിൽ ഒരു ലളിത പെൻഡുലത്തിന്റെ ആവർത്തനകാലം കൂടും. കാരണം ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം G ഭൂമിയിലെ മൂല്യത്തിന്റെ ഏകദേശം 1/6 ആണ്. കൂടാതെ ആവർത്തനകാലം T G യുടെ വർഗ്ഗമൂലത്തിന് വിപരീതാനുപാതികമാണ്. ഗുരുത്വാകർഷണ ത്വരണം കുറയുന്നതിനനുസരിച്ച് പെൻഡുലത്തിന്റെ ആവർത്തനകാലം വർദ്ധിക്കുന്നു. ചന്ദ്രനിൽ ഗുരുത്വാകർഷണം ഭൂമിയേക്കാൾ കുറവായതിനാൽ ഒരു ലളിത പെൻഡുലം അതിന്റെ ആന്തോളനം പൂർത്തിയാക്കാൻ കൂടുതൽ സമയമെടുക്കും, തന്മൂലം ആവർത്തനകാലം കൂടുന്നു. വായുവിന്റെ പ്രതിരോധമില്ലാത്ത അവസ്ഥയിൽ ഒരേ ഉയരത്തിൽ നിന്ന് വ്യത്യസ്ത പിണ്ഡങ്ങളുള്ള വസ്തുക്കളെ താഴെയിട്ടാൽ അവ എങ്ങനെ പെരുമാറും? അനുയോജ്യമായ സാഹചര്യങ്ങളിൽ വായു പ്രതിരോധം അവഗണിക്കുമ്പോൾ ഒരേ വലുപ്പത്തിലുള്ള തടി, ഇരുമ്പ്, മെഴുക് കഷണങ്ങളോ അല്ലെങ്കിൽ ഒരേ ഉയരത്തിൽ നിന്ന് താഴെയിടുന്ന ഏതൊരു വസ്തുക്കളോ ഒരേ സമയം ഭൂമിയിലെത്തും. എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണം കാരണം ഒരേ ത്വരണം അനുഭവപ്പെടുന്നതാണ് ഇതിന് കാരണം. ഗലീലിയോയുടെ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട ഒരു പ്രധാന ഭൗതികശാസ്ത്ര തത്വമാണിത്. വായുവിന്റെ പ്രതിരോധമില്ലാത്ത അവസ്ഥയിൽ ഒരു വസ്തുവിന്റെ പിണ്ഡം എത്രയാണെങ്കിലും അത് ഗുരുത്വാകർഷണം കാരണം ഒരേ വേഗതയിൽ താഴേക്ക് പതിക്കും. ഇത് ഗുരുത്വാകർഷണ ത്വരണം എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെയാണ് എന്നതിനെ അടിവരയിടുന്നു. പ്ലവക്ഷമതയും പ്ലവക്ഷമ ബലവും നിർവചിക്കുക. പ്ലവക്ഷമ ബലം എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കുക. ദ്രാവകങ്ങൾക്കോ വാതകങ്ങൾക്കോ അവയിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുക്കളിൽ മുകളിലേക്ക് ഒരു ബലം, ഉന്നമർദ്ദം പ്രയോഗിക്കാനുള്ള കഴിവാണ് പ്ലവക്ഷമത. ഈ മുകളിലേക്കുള്ള ബലമാണ് പ്ലവക്ഷമ ബലം. ഇതൊരു വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്ലവക്ഷമത എന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും കാണുന്ന ഒരു പ്രധാന പ്രതിഭാസമാണ്.
ഒരു വസ്തു ദ്രാവകത്തിൽ മുങ്ങുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന മുകളിലേക്കുള്ള ബലം കാരണമാണ് അത് പൊങ്ങിക്കിടക്കുന്നത്. കപ്പലുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതും ബലൂണുകൾ വായുവിൽ ഉയർന്നുപോകുന്നതും ഈ തത്വം അടിസ്ഥാനമാക്കിയാണ്. ആർക്കിമിഡീസ് തത്വം പ്രസ്താവിക്കുക. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രാവകത്തിൽ മുങ്ങുമ്പോൾ അതിന് ഭാരക്കുറവ് അനുഭവപ്പെടും. ഈ ഭാരക്കുറവ് വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തതിന് തുല്യമാണ് എന്ന് ആർക്കിമിഡീസ് തത്വം പ്രസ്താവിക്കുന്നു. ഭൗതികശാസ്ത്രത്തിലെ ഒരു അടിസ്ഥാന തത്വമാണ് ആർക്കിമിഡീസ് തത്വം. ഈ തത്വം ഉപയോഗിച്ച് വസ്തുക്കളുടെ സാന്ദ്രത, ദ്രാവകങ്ങളുടെ സാന്ദ്രത എന്നിവ കണ്ടെത്താൻ സാധിക്കും. കപ്പലുകളുടെ നിർമ്മാണത്തിലും ഹൈഡ്രോമീറ്ററുകളുടെ പ്രവർത്തനത്തിലും ഈ തത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പുഴവെള്ളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കടൽ വെള്ളത്തിൽ നീന്താൻ എളുപ്പം എന്തുകൊണ്ട്? പുഴവെള്ളവുമായി താരതമ്യം ചെയ്യുമ്പോൾ കടൽ വെള്ളത്തിൽ നീന്താൻ എളുപ്പമാണ്. കാരണം കടൽ വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്. തന്മൂലം കടൽ വെള്ളം നീന്തൽക്കാരന് കൂടുതൽ ഉന്നമർദ്ദം, പ്ലവക്ഷമ ബലം നൽകുന്നു. ഇത് അവരെ ഭാരം കുറഞ്ഞതായി തോന്നിപ്പിക്കുകയും കൂടുതൽ എളുപ്പത്തിൽ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കടൽ വെള്ളത്തിൽ ലവണങ്ങൾ അലിഞ്ഞുചേർന്നിട്ടുള്ളതുകൊണ്ട് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. സാന്ദ്രത കൂടുമ്പോൾ ആർക്കിമിഡീസ് തത്വമനുസരിച്ച് ദ്രാവകം വസ്തുവിന്മേൽ കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നു. ഇത് നീന്തൽക്കാരന് കൂടുതൽ ഉന്നമർദ്ദം നൽകുകയും പൊങ്ങിക്കിടക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. സാന്ദ്രത നിർവചിക്കുകയും അതിന്റെ സി യൂണിറ്റ് വ്യക്തമാക്കുകയും ചെയ്യുക. ഒരു പദാർത്ഥത്തിന്റെ യൂണിറ്റ് വ്യാപ്തത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പിണ്ഡത്തിന്റെ അളവാണ് സാന്ദ്രത. ഇത് ദ്രവ്യത്തിന്റെ ഒരു സ്വഭാവഗുണമാണ്. സാന്ദ്രത സമം പിണ്ഡം വ്യാപ്തം ഡി സമം എം വി എന്നതാണ് സൂത്രവാക്യം. ഇതിന്റെ എസ്ഐ യൂണിറ്റ് കിലോഗ്രാം m⁻³ ആണ്. വസ്തുക്കളുടെ ഭൗതിക സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാന്ദ്രത. ഒരു പദാർത്ഥം എത്രത്തോളം സാന്ദ്രത ഉള്ളതാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. വ്യത്യസ്ത വസ്തുക്കൾക്ക് വ്യത്യസ്ത സാന്ദ്രതകളുണ്ട്. ഇത് അവയുടെ തന്മാത്രാ ഘടനയെ ആശ്രയിച്ചിരിക്കുന്നു. ആപേക്ഷിക സാന്ദ്രത നിർവചിക്കുക. എന്തുകൊണ്ടാണ് 4 ഡിഗ്രി സി യിലെ ജലം ഒരു മാനദണ്ഡമായി ഉപയോഗിക്കുന്നതെന്ന് വിശദീകരിക്കുക. അതിന്റെ യൂണിറ്റും അളക്കുന്ന ഉപകരണവും വ്യക്തമാക്കുക. ആപേക്ഷിക സാന്ദ്രത എന്നത് ഏതൊരു പദാർത്ഥത്തിന്റെയും സാന്ദ്രതയെ ഒരു മാനദണ്ഡ പദാർത്ഥത്തിന്റെ സാന്ദ്രതയുമായി താരതമ്യം ചെയ്യുന്ന അനുപാതമാണ്. 4 ഡിഗ്രി സെൽഷ്യസ് യിലെ ജലമാണ് സാധാരണയായി മാനദണ്ഡമായി എടുക്കുന്നത്. കാരണം ഈ താപനിലയിൽ ജലത്തിന് പരമാവധി സാന്ദ്രതയുണ്ട്. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റില്ല. ഇത് ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് അളക്കുന്നു. ആപേക്ഷിക സാന്ദ്രത എന്നത് ഒരു യൂണിറ്റ് രഹിത അളവാണ്. ഇത് ഒരു വസ്തുവിന് വെള്ളവുമായി താരതമ്യം ചെയ്യുമ്പോൾ എത്ര സാന്ദ്രതയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. 4 ഡിഗ്രി സെൽഷ്യസ് യിൽ വെള്ളത്തിന്റെ സാന്ദ്രത പരമാവധി 1000CubiCKILOGRAMPERMETER ആയതുകൊണ്ടാണ് ഇത് ഒരു മാനദണ്ഡമായി ഉപയോഗിക്കുന്നത്. ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. താപഗതികോർജ്ജതന്ത്രത്തിലെ ഒന്നാം നിയമം എന്താണ്? ഒരു വ്യവസ്ഥയ്ക്ക് നൽകുന്ന താപം Q അതിന്റെ ആന്തരിക ഊർജ്ജത്തിലെ വർധനവിന്റെ ഡു യും വ്യവസ്ഥ ചെയ്യുന്ന ബാഹ്യപ്രവർത്തനത്തിന്റെ dW യും തുകയ്ക്ക് തുല്യമാണ്. ഇത് Q സമം ഡു പ്ലസ് dW എന്ന് സൂചിപ്പിക്കുന്നു. താപഗതികോർജ്ജതന്ത്രത്തിലെ ഒന്നാം നിയമം ഊർജ്ജസംരക്ഷണ നിയമത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയൂ എന്ന് ഈ നിയമം പറയുന്നു. ഇത് ഭൗതികശാസ്ത്രത്തിലും എഞ്ചിനീയറിംഗിലും നിർണായകമായ ഒരു തത്വമാണ്. എന്താണ് ഒരു ഐസോതെർമൽ പ്രോസസ്സ്? സമതാപ പ്രക്രിയ. ഒരു ഐസോതെർമൽ പ്രോസസ്സ് എന്നത് താപഗതിക പ്രക്രിയയാണ്. അതിൽ വ്യവസ്ഥയുടെ താപനില മാറ്റത്തിലുടനീളം സ്ഥിരമായി നിലനിൽക്കുന്നു. ഒരു സമതാപ പ്രക്രിയയിൽ വ്യവസ്ഥയും ചുറ്റുപാടും തമ്മിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും താപനില സ്ഥിരമായി നിലനിർത്തപ്പെടുന്നു. ഈ പ്രക്രിയ സാധാരണയായി പതുക്കെയാണ് സംഭവിക്കുന്നത്. അതിനാൽ വ്യവസ്ഥയ്ക്ക് താപനിലയെ ചുറ്റുപാടുമായി സമീകരിക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു ഗ്യാസ് സിലിണ്ടറിന്റെ വളരെ പതുക്കെയുള്ള വികാസം. എന്താണ് ഒരു അഡിയാബാറ്റിക് പ്രോസസ്സ്? സ്ഥിരതാപ പ്രക്രിയ. ഒരു ഉദാഹരണം നൽകുക. ഒരു അഡിയാബാറ്റിക് പ്രോസസ്സ് എന്നത് ഒരു താപഗതിക പ്രക്രിയയാണ്. അതിൽ വ്യവസ്ഥയും അതിന്റെ ചുറ്റുപാടും തമ്മിൽ താപ കൈമാറ്റം നടക്കുന്നില്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പെട്ടെന്നുള്ള വികാസം ഇതിന് ഉദാഹരണമാണ്. ഇത് അതിതീവ്രമായി തണുക്കുകയും ഡ്രൈ ഐസായി മാറുകയും ചെയ്യുന്നു. ഒരു സ്ഥിരതാപ പ്രക്രിയയിൽ വ്യവസ്ഥയും ചുറ്റുപാടും തമ്മിൽ താപ കൈമാറ്റം നടക്കാത്തതിനാൽ താപം സ്ഥിരമായി നിലനിൽക്കുന്നു. Q സമം 0.
ഈ പ്രക്രിയ വളരെ വേഗത്തിൽ സംഭവിക്കുന്ന ഒന്നാണ്, അതിനാൽ താപ കൈമാറ്റത്തിന് സമയം ലഭിക്കുന്നില്ല. ഡീസൽ എഞ്ചിനുകളിലെ ഇന്ധനം കത്തുന്നത് പോലുള്ള പ്രക്രിയകളിൽ ഇത് കാണാം. താപഗതികോർജ്ജതന്ത്രത്തിലെ രണ്ടാം നിയമമനുസരിച്ച് താപ കൈമാറ്റത്തെക്കുറിച്ച് അസാധ്യമായതെന്താണ്? ബാഹ്യമായ പ്രവർത്തനത്തിന്റെ സഹായമില്ലാതെ തണുത്ത ഒരു വസ്തുവിൽ നിന്ന് ചൂടുള്ള ഒരു വസ്തുവിലേക്ക് താപം സ്വയമേവ ഒഴുകിപ്പോകുന്നത് അസാധ്യമാണ്. താപഗതികോർജ്ജതന്ത്രത്തിലെ രണ്ടാം നിയമം എൻട്രോപ്പിയുടെ വർധനവുമായി ബന്ധപ്പെട്ടതാണ്. പ്രപഞ്ചത്തിലെ എൻട്രോപ്പി എപ്പോഴും വർദ്ധിക്കുന്നു എന്നാണ് ഈ നിയമം പറയുന്നത്. താപം എല്ലായ്പ്പോഴും ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് ഒഴുകുന്നു എന്നതിന്റെ അടിസ്ഥാനമാണിത്, അല്ലാതെ തിരിച്ചല്ല. ഒരു സ്റ്റീവൻസൺ സ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? താപനില അളക്കുന്ന തെർമോമീറ്ററുകൾ, ഈർപ്പം അളക്കുന്ന ഹൈഗ്രോമീറ്ററുകൾ തുടങ്ങിയ കാലാവസ്ഥാ ഉപകരണങ്ങളെ നേരിട്ടുള്ള സൂര്യപ്രകാശം, മഴ, കാറ്റ് എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നതിനും അതേസമയം വായുവിന് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അനുവദിക്കുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഒരു സംരക്ഷണ കൂടാണ് സ്റ്റീവൻസൺ സ്ക്രീൻ. സ്റ്റീവൻസൺ സ്ക്രീനുകൾ ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്നു. ഉപകരണങ്ങൾക്ക് ചുറ്റുമുള്ള വായുവിന്റെ യഥാർത്ഥ താപനിലയും ഈർപ്പവും കൃത്യമായി അളക്കാൻ ഇത് സഹായിക്കുന്നു. കാരണം നേരിട്ടുള്ള സൂര്യപ്രകാശവും മഴയും കാറ്റും അളവുകളെ തെറ്റായി ബാധിക്കാൻ സാധ്യതയുണ്ട്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? അത് എന്താണ് പറയുന്നത്? 1931 റാൽഫ് എച്ച്. ഫ്ലവർ ആണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഇത് പറയുന്നത് രണ്ട് താപഗതിക വ്യവസ്ഥകൾ ഓരോന്നും മൂന്നാമതൊരു വ്യവസ്ഥയുമായി താപസമതുലിതാവസ്ഥയിലാണെങ്കിൽ അവ പരസ്പരം താപസമതുലിതാവസ്ഥയിലായിരിക്കും എന്നാണ്. താപനിലയുടെ അടിസ്ഥാന നിർവചനം നൽകുന്ന നിയമമാണിത്. ആദ്യത്തെയും രണ്ടാമത്തെയും നിയമങ്ങൾക്ക് ശേഷം ഇത് കണ്ടെത്തുകയും പ്രാധാന്യം കണക്കിലെടുത്ത് സീറോത്ത് നിയമമായി നാമകരണം ചെയ്യുകയുമായിരുന്നു. താപനിലയുടെ അളവും താപഗതികത്തിലെ അടിസ്ഥാന തത്വങ്ങളും മനസ്സിലാക്കാൻ ഈ നിയമം സഹായിക്കുന്നു. എന്താണ് താപോർജ്ജം? ഒരു വസ്തുവിലെ ആറ്റങ്ങളുടെയോ തന്മാത്രകളുടെയോ ക്രമരഹിതമായ ചലനം കാരണമുണ്ടാകുന്ന ഊർജ്ജമാണ് താപോർജ്ജം. താപോർജ്ജം എന്നത് ഒരു വ്യവസ്ഥയിലെ കണികകളുടെ കൈൻഡിക് ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരു വസ്തുവിന്റെ താപനില കൂടുമ്പോൾ അതിലെ തന്മാത്രകളുടെ ചലനം വർദ്ധിക്കുകയും താപോർജ്ജം കൂടുകയും ചെയ്യുന്നു. ഇത് ആന്തരിക ഊർജ്ജത്തിന്റെ ഒരു ഘടകമാണ്. പ്രകാശത്തിന്റെ അടിസ്ഥാന സ്വഭാവവും സവിശേഷതകളും വിവരിക്കുക. പ്രകാശം വൈദ്യുതകാന്തിക വികിരണമായി സഞ്ചരിക്കുന്ന ഒരുതരം ഊർജ്ജമാണ്. ഇതിന് ശൂന്യതയിലൂടെയും സുതാര്യമായ മാധ്യമങ്ങളിലൂടെയും സഞ്ചരിക്കാൻ കഴിയും. പ്രകാശം സ്വയം അദൃശ്യമാണെങ്കിലും മറ്റു വസ്തുക്കളെ ദൃശ്യമാക്കുന്നു. പ്രകാശത്തിന് തരംഗ സ്വഭാവവും കണികാ സ്വഭാവവുമുണ്ട്, ദ്വൈത സ്വഭാവം. ഇത് വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. പ്രകാശത്തിന്റെ വേഗത ശൂന്യതയിൽ ഏകദേശം സെക്കൻഡിൽ 3 മീറ്റർ ആണ്. ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉയർന്ന വേഗതയായി കണക്കാക്കപ്പെടുന്നു. ശൂന്യതയെ അപേക്ഷിച്ച് വിവിധ മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗത എങ്ങനെ വ്യത്യാസപ്പെടുന്നു? ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കൂടുതലാണ്, ഏകദേശം സെക്കൻഡിൽ 3 മീറ്റർ. വെള്ളം സെക്കൻഡിൽ 2.25 മീറ്റർ, ഗ്ലാസ് സെക്കൻഡിൽ 2 മീറ്റർ, ഡയമണ്ട് സെക്കൻഡിൽ 1.24 മീറ്റർ തുടങ്ങിയ സാന്ദ്രത കൂടിയ സുതാര്യമായ മാധ്യമങ്ങളിൽ ഇത് കുറയുന്നു. പ്രകാശത്തിന്റെ വേഗത ഒരു മാധ്യമത്തിന്റെ അപവർത്തന സൂചികയെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആശ്രയിച്ചിരിക്കുന്നു. അപവർത്തന സൂചിക കൂടുന്തോറും പ്രകാശത്തിന്റെ വേഗത കുറയും. ഈ പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ അപവർത്തനത്തിന് കാരണമാകുന്നത്. ഇത് ലെൻസുകളുടെയും പ്രിസങ്ങളുടെയും പ്രവർത്തനത്തെ വിശദീകരിക്കുന്നു. ദൃശ്യപ്രകാശത്തിന്റെ ഏകദേശ തരംഗദൈർഘ്യം എത്രയാണ്? ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യം സാധാരണയായി 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. ദൃശ്യപ്രകാശം എന്നത് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയുന്ന വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിന്റെ ഭാഗമാണ്. ഈ തരംഗദൈർഘ്യപരിധിയിൽ ഉൾപ്പെടുന്ന പ്രകാശമാണ് മഴവില്ലിലെ വിവിധ നിറങ്ങളായി നാം കാണുന്നത്. വയലറ്റ് ഏകദേശം 400 നാനോമീറ്റർ മുതൽ ചുവപ്പ് ഏകദേശം 700 നാനോമീറ്റർ വരെ. പ്രകാശതരംഗം ഏത് തരംഗമാണ്? അതിന്റെ തരംഗ സ്വഭാവം വിശദീകരിക്കുന്ന പ്രതിഭാസങ്ങൾ ഏതെല്ലാം? പ്രകാശം ഒരു അനുപ്രസ്ഥ വൈദ്യുതകാന്തിക തരംഗമാണ്. അതിന്റെ തരംഗ സ്വഭാവം പ്രതിഫലനം, അപവർത്തനം, വിഭംഗനം, ധ്രുവീകരണം, നേർരേഖാ സഞ്ചാരം എന്നിവ വിശദീകരിക്കാൻ സഹായിക്കുന്നു. പ്രകാശത്തിന് തരംഗ സ്വഭാവവും കണികാ സ്വഭാവവുമുണ്ട്.
തരംഗ സ്വഭാവം പ്രതിഫലനം, അപവർത്തനം, വിഭങ്കനം, ധ്രുവീകരണം തുടങ്ങിയ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നു. ഇത് ഭൗതികശാസ്ത്രത്തിലെ അടിസ്ഥാന ആശയങ്ങളിൽ ഒന്നാണ്. പ്രകാശവൈദ്യുത പ്രഭാവം എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? പ്രകാശത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ആൽബർട്ട് ഐൻസ്റ്റീൻ മുന്നോട്ടുവെച്ച ആശയം എന്താണ്? പ്രകാശത്തെ ഫോട്ടോണുകൾ എന്നറിയപ്പെടുന്ന ചെറിയ ഊർജ്ജ ബണ്ടിലുകളായി കണികാ സിദ്ധാന്തം കണക്കാക്കിയാണ് പ്രകാശവൈദ്യുത പ്രഭാവം, കോംപ്റ്റൺ പ്രഭാവവും വിശദീകരിക്കുന്നത്. പ്രകാശത്തിന് തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും ഒരുപോലെയുണ്ടെന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ മുന്നോട്ടുവെച്ചു. പ്രകാശത്തിന്റെ കണികാ സ്വഭാവം വിശദീകരിക്കുന്ന ഒരു പ്രധാന പ്രതിഭാസമാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. 1921-ൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ പ്രതിഭാസത്തെ വിജയകരമായി വിശദീകരിക്കുകയും ഇതിന് നോബൽ സമ്മാനം നേടുകയും ചെയ്തു. പ്രകാശത്തിന്റെ ദ്വൈത സ്വഭാവം, ഡ്യുവൽ നേച്ചർ, ആധുനിക ഭൗതികശാസ്ത്രത്തിലെ ഒരു സുപ്രധാന ആശയമാണ്. പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ഏതു വർഷത്തിലാണ്? ഡാനിഷ് ജ്യോതിശാസ്ത്രജ്ഞനായ ഓലെ റോമർ ആണ് 1676-ൽ പ്രകാശത്തിന്റെ വേഗത ആദ്യമായി കണക്കാക്കിയത്. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ അയോയുടെ ഗ്രഹണം നിരീക്ഷിച്ച് ഓലെ റോമർ പ്രകാശത്തിന്റെ വേഗത ആദ്യമായി ഏകദേശം കണക്കാക്കി. ആധുനിക ഭൗതികശാസ്ത്രത്തിൽ പ്രകാശത്തിന്റെ വേഗത ഒരു സ്ഥിരമായ മൂല്യമായി കണക്കാക്കുന്നു, ഏകദേശം സെക്കൻഡിൽ 29,97,92,458 മീറ്റർ. അപവർത്തന ഗുണാങ്കം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നിർവചിക്കുകയും അതിന്റെ സൂത്രവാക്യം വ്യക്തമാക്കുകയും ചെയ്യുക. ഒരു മാധ്യമത്തിന്റെ അപവർത്തന ഗുണാങ്കം മൈക്രോ എന്നത് ശൂന്യതയിലെ പ്രകാശത്തിന്റെ വേഗതയും സി ആ മാധ്യമത്തിലെ പ്രകാശത്തിന്റെ വേഗതയും യു തമ്മിലുള്ള അനുപാതമാണ്. അതിന്റെ സൂത്രവാക്യം മൈക്രോ സമം സി യു. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യതിയാനം അളക്കാൻ അപവർത്തന ഗുണാങ്കം ഉപയോഗിക്കുന്നു. ഈ മൂല്യം മാധ്യമത്തിന്റെ സാന്ദ്രതയെയും പ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഭൂമിയിലെ പ്രകാശത്തിന്റെ പ്രധാന ഉറവിടം എന്താണ്? അതിന് ഊർജ്ജം ലഭിക്കുന്നത് എങ്ങനെ? പ്രകാശം ഭൂമിയിലെത്താൻ എത്ര സമയമെടുക്കും? സൂര്യനാണ് ഭൂമിയിലെ പ്രകാശത്തിന്റെ പ്രധാന ഉറവിടം. അവിടെ നടക്കുന്ന തെർമോന്യൂക്ലിയർ പ്രവർത്തനങ്ങളാണ് ഇതിന് ഊർജ്ജം നൽകുന്നത്. ഏകദേശം 150 ദശലക്ഷം കിലോമീറ്റർ സഞ്ചരിച്ച് പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം 8 മിനിറ്റും 19 സെക്കൻഡും എടുക്കും. സൂര്യനിൽ നടക്കുന്ന ഹൈഡ്രജൻ ഫ്യൂഷൻ വഴിയാണ് ഊർജ്ജം ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഊർജ്ജം പ്രകാശത്തിന്റെ രൂപത്തിൽ ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം നമ്മുടെ ഗ്രഹത്തിലെ ജീവന്റെ നിലനിൽപ്പിന് നിർണായകമാണ്. സുതാര്യമായ ട്രാൻസ്പാരന്റ്, അതാര്യമായ ഒപേക്ക്, അർദ്ധസുതാര്യമായ ട്രാൻസ്ലൂസന്റ് വസ്തുക്കൾ ഉദാഹരണ സഹിതം വേർതിരിച്ച് കാണിക്കുക. സുതാര്യമായ വസ്തുക്കൾ പ്രകാശത്തെ എളുപ്പത്തിൽ കടത്തിവിടുന്നു, ഉദാഹരണം ഗ്ലാസ്, ശുദ്ധജലം. അതാര്യമായ വസ്തുക്കൾ പ്രകാശത്തെ ഒട്ടും കടത്തിവിടുന്നില്ല. അർദ്ധസുതാര്യമായ വസ്തുക്കൾ പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്നു, ഉദാഹരണം എണ്ണ പുരണ്ട കടലാസ്, ട്രേസിംഗ് പേപ്പർ. ഒരു വസ്തുവിന് പ്രകാശത്തെ എത്രത്തോളം കടത്തിവിടാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഈ വർഗീകരണം. ഇത് വിവിധ പ്രായോഗിക ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കപ്പെടുന്നു, ഉദാഹരണത്തിന് ജനലുകൾ, കണ്ണാടികൾ, ഫിൽട്ടറുകൾ എന്നിവയിൽ. പ്രകാശത്തിന്റെ വിഭങ്കനം, ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന പ്രതിഭാസം എന്താണ്? പ്രകാശരശ്മികൾ ഒരു തടസ്സത്തിന്റെയോ ദ്വാരത്തിന്റെയോ അരികുകളിൽ തട്ടിവളയുകയും നിഴൽ പ്രതീക്ഷിക്കുന്ന പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ വിഭങ്കനം. പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം കാരണമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് വിഭങ്കനം. ഒരു ചെറിയ ദ്വാരത്തിലൂടെയോ ഒരു തടസ്സത്തിന്റെ അരികിലൂടെയോ പ്രകാശം കടന്നുപോകുമ്പോൾ ഇത് ദൃശ്യമാകുന്നു. ഹോൾഗ്രാഫി, എക്സ്റേ ഡിഫ്രാക്ഷൻ തുടങ്ങിയ സാങ്കേതികവിദ്യകളിൽ ഇത് പ്രയോജനപ്പെടുത്തുന്നു. പ്രകാശത്തിന്റെ വിസരണം, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് എന്നാൽ എന്താണ്? റേലെ നിയമമനുസരിച്ച് അതിന്റെ തീവ്രത തരംഗദൈർഘ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രകാശരശ്മികൾ അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളുമായി പൊടിപടലങ്ങളോ വാതക തന്മാത്രകളോ പോലുള്ളവ കൂട്ടിയിടിച്ച് വിവിധ ദിശകളിലേക്ക് വ്യാപിക്കുന്ന പ്രതിഭാസമാണ് പ്രകാശത്തിന്റെ വിസരണം. റേലെ നിയമമനുസരിച്ച് വിസരണം ചെയ്യപ്പെടുന്ന പ്രകാശത്തിന്റെ തീവ്രത I അതിന്റെ തരംഗദൈർഘ്യത്തിന്റെ ലാംഡ 4 ഘാതത്തിന് വിപരീതാനുപാതികമാണ്, അതായത് I1 λ4. പ്രകാശത്തിന്റെ വിസരണം ആകാശം നീലയായി കാണുന്നതിനും സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിലും ആകാശം ചുവപ്പ് നിറത്തിൽ കാണുന്നതിനും കാരണമാകുന്നു. റേലെ നിയമം ചെറിയ തരംഗദൈർഘ്യമുള്ള പ്രകാശം കൂടുതൽ വിസരണം ചെയ്യപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നു.
അന്തരീക്ഷം ഏറ്റവും കൂടുതൽ വിസരണം ചെയ്യുന്നതും ഏറ്റവും കുറവ് വിസരണം ചെയ്യുന്നതുമായ നിറങ്ങൾ ഏതാണ്? എന്തുകൊണ്ടാണ് ആകാശം നീലയായി കാണപ്പെടുന്നത്? റേലെയ് നിയമമനുസരിച്ച് വയലറ്റ് പ്രകാശം ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ വിസരണം ചെയ്യപ്പെടുന്നു. അതേസമയം ചുവപ്പ് പ്രകാശം ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വിസരണം ചെയ്യപ്പെടുന്നു. സൂര്യപ്രകാശത്തിലെ നീല പോലുള്ള ചെറിയ തരംഗദൈർഘ്യമുള്ള പ്രകാശത്തെ ഭൂമിയുടെ അന്തരീക്ഷം കൂടുതൽ കാര്യക്ഷമമായി വിസരണം ചെയ്യുന്നതുകൊണ്ടാണ് ആകാശം നീലയായി കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നുള്ള പ്രകാശം അന്തരീക്ഷത്തിലൂടെ കടന്നുപോകുമ്പോൾ വായുവിലെ തന്മാത്രകളും കണികകളും നീല നിറത്തെ മറ്റു നിറങ്ങളെക്കാൾ കൂടുതൽ വിസരണം ചെയ്യുന്നു. ഈ വിസരണം ചെയ്യപ്പെട്ട നീലപ്രകാശമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം. നീലാകാശത്തിൽ നിന്ന് വ്യത്യസ്തമായി മേഘങ്ങൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മേഘങ്ങൾ വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നത് അവയിലുള്ള ജലത്തുള്ളികളും ഐസ് ക്രിസ്റ്റലുകളും റേലെയ് വിസരണത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ കണികകളേക്കാൾ വളരെ വലുതായതുകൊണ്ടാണ്. ഈ വലിയ കണികകൾ ദൃശ്യപ്രകാശത്തിന്റെ എല്ലാ തരംഗദൈർഘ്യങ്ങളെയും ഒരുപോലെ വിസരണം ചെയ്യുന്നു. ഇത് വെളുത്ത പ്രകാശമായി നമ്മുടെ കണ്ണുകളിലെത്തുന്നു. മേഘങ്ങളിലെ ജലകണികകൾക്ക് വലിയ വലിപ്പമുള്ളതിനാൽ അവയ്ക്ക് റേലെയ് വിസരണം ബാധകമല്ല. പകരം അവ വിസരണം സ്കാറ്ററിംഗ് എന്ന പ്രതിഭാസത്തിലൂടെ എല്ലാ നിറങ്ങളെയും തുല്യമായി വിസരണം ചെയ്യുന്നു. അതിനാൽ മേഘങ്ങൾ വെളുത്തതായി കാണപ്പെടുന്നു. പ്രകാശം മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി തിരികെ വരുന്ന പ്രതിഭാസം ഏതാണ്? ഈ പ്രതിഭാസം പ്രകാശത്തിന്റെ പ്രതിഫലനം റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്നറിയപ്പെടുന്നു. പ്രകാശരശ്മികൾ ഒരു പ്രതലത്തിൽ തട്ടി അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ചുപോകുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. ഇത് കണ്ണാടികളിലും മറ്റു മിനുസമുള്ള പ്രതലങ്ങളിലും സംഭവിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ കാണാൻ ഇത് സഹായിക്കുന്നു. ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒരു സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബം മിഥ്യയായതും നിവർന്നതും പാർശ്വികമായി വിപരീത ദിശയിലുള്ളതും ഇടതു വലതായും വലത് ഇടതായും തോന്നുന്നു. വസ്തു ദർപ്പണത്തിന് മുന്നിലുള്ള അതേ ദൂരത്തിൽ ദർപ്പണത്തിന് പിന്നിലായി സ്ഥിതി ചെയ്യുന്നതുമാണ്. സമതല ദർപ്പണങ്ങളിൽ രൂപപ്പെടുന്ന പ്രതിബിംബങ്ങൾ യഥാർത്ഥത്തിൽ കൂടിച്ചേരാത്ത പ്രകാശരശ്മികളാൽ ഉണ്ടാകുന്നതിനാൽ അവ മിഥ്യയായവയാണ്. ഇവയെ സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല. കൂടാതെ പ്രതിബിംബം എപ്പോഴും നിവർന്നതും പാർശ്വികമായി വിപരീത ദിശയിലുള്ളതും വസ്തുവിന്റെ അതേ വലുപ്പമുള്ളതുമായിരിക്കും. ഒരു വ്യക്തി എന്ന വേഗതയിൽ ഒരു സമതല ദർപ്പണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവരുടെ പ്രതിബിംബം ഏതു വേഗതയിൽ അവരെ സമീപിക്കുന്നതായി തോന്നും? ഒരു വ്യക്തി എന്ന വേഗതയിൽ ഒരു സമതല ദർപ്പണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അവരുടെ പ്രതിബിംബം 2 വ്യക്തിയുടെ വേഗതയുടെ ഇരട്ടി എന്ന വേഗതയിൽ അവരെ സമീപിക്കുന്നതായി തോന്നും. ഒരു സമതല ദർപ്പണത്തിനു മുന്നിൽ വസ്തുവിന്റെ വേഗത ആണെങ്കിൽ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് വേഗതയിൽ അകലുകയോ അടുക്കുകയോ ചെയ്യും. അതിനാൽ വസ്തുവും പ്രതിബിംബവും തമ്മിലുള്ള ആപേക്ഷിക വേഗത 2 ആയിരിക്കും. അതുകൊണ്ടാണ് വ്യക്തിക്ക് പ്രതിബിംബം 2 വേഗതയിൽ അടുക്കുന്നതായി അനുഭവപ്പെടുന്നത്. ഒരു വ്യക്തിക്ക് തന്റെ തല മുതൽ കാൽ വരെ പൂർണ്ണ പ്രതിബിംബം കാണാൻ ആവശ്യമായ ഒരു സമതല ദർപ്പണത്തിന്റെ ഏറ്റവും കുറഞ്ഞ നീളം എത്രയാണ്? ഒരു വ്യക്തിക്ക് തന്റെ പൂർണ്ണ പ്രതിബിംബം തല മുതൽ കാൽ വരെ കാണാൻ സ്വന്തം ഉയരത്തിന്റെ കുറഞ്ഞത് പകുതി നീളമുള്ള ഒരു സമതല ദർപ്പണം ആവശ്യമാണ്. ഒരു സമതല ദർപ്പണത്തിൽ ഒരു വസ്തുവിന്റെ പൂർണ്ണ പ്രതിബിംബം കാണാൻ ദർപ്പണത്തിന്റെ നീളം വസ്തുവിന്റെ ഉയരത്തിന്റെ പകുതിയെങ്കിലും ആയിരിക്കണം. ഇത് പ്രകാശരശ്മികളുടെ പ്രതിഫലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കണ്ണാടിയിലെ കാഴ്ചാകോൺ ഫീൽഡ് ഓഫ് വ്യൂ അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. തീറ്റ കോണിൽ ചരിഞ്ഞിരിക്കുന്ന 2 സമതല ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എങ്ങനെയാണ് കണക്കാക്കുന്നത്? തീറ്റ കോണിൽ ചരിഞ്ഞിരിക്കുന്ന 2 സമതല ദർപ്പണങ്ങൾ രൂപീകരിക്കുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. 360 തീറ്റ ഒരു ഇരട്ട സംഖ്യയാണെങ്കിൽ n 360 തീറ്റ 1, അല്ലെങ്കിൽ 360 തീറ്റ ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ n 360 തീറ്റ. 2 സമതല ദർപ്പണങ്ങൾ ഒരു നിശ്ചിത കോണിൽ വെക്കുമ്പോൾ അവക്കിടയിൽ വെക്കുന്ന ഒരു വസ്തുവിന്റെ ഒന്നിലധികം പ്രതിബിംബങ്ങൾ രൂപപ്പെടും. ഈ പ്രതിബിംബങ്ങളുടെ എണ്ണം ദർപ്പണങ്ങൾ തമ്മിലുള്ള കോണിനെ ആശ്രയിച്ചിരിക്കുന്നു. സമവാക്യം 360 തീറ്റ എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് കണക്കാക്കുന്നത്. ചിലപ്പോൾ ഇതിൽ നിന്ന് 1 കുറയ്ക്കുന്നത് ദർപ്പണങ്ങളുടെ അരികുകളിൽ വരുന്ന പ്രതിബിംബത്തിന്റെ എണ്ണം ഒഴിവാക്കാനാണ്. കോൺകേവ് ദർപ്പണത്തെക്കുറിച്ച് വിവരിക്കുകയും അതിന്റെ സാധാരണ ഉപയോഗങ്ങൾ, പ്രത്യേകിച്ച് വലുതാക്കിയ പ്രതിബിംബങ്ങൾ രൂപപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്യുക.
ഒരു കോൺകേവ് ദർപ്പണത്തിന് അതിന്റെ ഉൾഭാഗം പ്രതിഫലിക്കുന്ന പ്രതലവും പുറംഭാഗം പെയിന്റ് ചെയ്തതുമാണ്. ഇത് സാധാരണയായി യഥാർത്ഥ പ്രതിബിംബങ്ങൾ രൂപീകരിക്കുന്നുണ്ടെങ്കിലും ഒരു വസ്തുവിനെ അതിന്റെ ഫോക്കസിനും പോളിനുമിടയിൽ വെക്കുമ്പോൾ അത് മിഥ്യയായതും നിവർന്നതും വലുതാക്കിയതുമായ പ്രതിബിംബം രൂപപ്പെടുത്തുന്നു. ഈ സവിശേഷത കാരണം ദന്തരോഗ വിദഗ്ധർക്കും ENT സ്പെഷ്യലിസ്റ്റുകൾക്കും അടുത്തുള്ള വസ്തുക്കളുടെ വലുതാക്കിയ പ്രതിബിംബങ്ങൾ കാണാൻ ഇത് ഉപയോഗപ്രദമാണ്. കോൺകേവ് ദർപ്പണങ്ങൾ പ്രകാശരശ്മികളെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ കഴിവുള്ളവയാണ്, അതിനാൽ അവയെ കൺവേർജിംഗ് മിററുകൾ എന്നും വിളിക്കുന്നു. വസ്തുവിനെ ദർപ്പണത്തിന്റെ ഫോക്കസിനും പോളിനുമിടയിൽ വെക്കുമ്പോൾ ലഭിക്കുന്ന വലുതാക്കിയ മിഥ്യാപ്രതിബിംബമാണ് ദന്തഡോക്ടർമാർ പല്ലുകൾ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്നത്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികൾക്ക് പ്രതിഫലനശേഷം എന്ത് സംഭവിക്കുന്നു? ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ ഫോക്കസിൽ വെച്ചിരിക്കുന്ന പ്രകാശ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികൾ പ്രതിഫലനശേഷം പ്രധാന അച്ചുതണ്ടിന് സമാന്തരമായി സഞ്ചരിക്കുന്നു. കോൺകേവ് ദർപ്പണത്തിന്റെ ഈ സ്വഭാവം ടോർച്ചുകൾ, സെർച്ച് ലൈറ്റുകൾ, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകൾ എന്നിവയിൽ പ്രയോജനപ്പെടുത്തുന്നു. ഫോക്കസിൽ ബൾബ് വെക്കുമ്പോൾ പ്രകാശം പ്രതിഫലിച്ചു സമാന്തര ബീമുകളായി മുന്നോട്ടു പോകുന്നു. ഇത് കൂടുതൽ ദൂരേക്ക് പ്രകാശം എത്തിക്കാൻ സഹായിക്കുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 മരിക്കുന്നതുവരെ അദ്ദേഹം ഈ പദവിയിൽ തുടർന്നു. ഇന്ത്യയുടെ ആധുനിക രാഷ്ട്രീയ അടിത്തറ രൂപീകരിക്കുന്നതിൽ അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചു. 2 വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ഗുൽസാരിലാൽ നന്ദ. ജവഹർലാൽ നെഹ്റുവിന്റെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും മരണശേഷം 2 തവണ ഗുൽസാരിലാൽ നന്ദ ഇന്ത്യയുടെ ആക്ടിംഗ് പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. 1964 1966 ഈ ആക്ടിംഗ് കാലാവധികൾ. അദ്ദേഹം ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷന്റെ ഉപാധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നത് ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജവഹർലാൽ നെഹ്റുവിന്റെ നിര്യാണത്തിനുശേഷം 1964 ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ 2ാമത്തെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അദ്ദേഹം രാജ്യത്തെ നയിക്കുകയും ജയ് ജവാൻ ജയ് കിസാൻ എന്ന പ്രശസ്തമായ മുദ്രാവാക്യം നൽകുകയും ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ആദ്യ കാലാവധിയുടെ ദൈർഘ്യം എത്രയായിരുന്നു? 1966 ജനുവരി മുതൽ 1977 മാർച്ച് വരെ. ഇന്ദിരാഗാന്ധിയുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള ആദ്യ കാലാവധി 1966 ജനുവരി മുതൽ 1977 മാർച്ച് വരെയായിരുന്നു. ഈ കാലയളവിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധം, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം തുടങ്ങിയ പ്രധാന സംഭവങ്ങൾ നടന്നു. 1977 ഇന്ദിരാഗാന്ധിയുടെ ആദ്യ കാലാവധി അവസാനിച്ചതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് ആരാണ്? മൊറാർജി ദേശായി. 1977 നടന്ന പൊതുതിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ പരാജയത്തിനുശേഷം മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി 1977 മാർച്ച് 24 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 1984 ഒക്ടോബറിൽ ഇന്ദിരാഗാന്ധിയുടെ വധത്തിനുശേഷം പ്രധാനമന്ത്രിയായി അധികാരമേറ്റതാര്? രാജീവ് ഗാന്ധി. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് അവരുടെ മകനായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റു. ഈ സംഭവം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു സുപ്രധാന മുഹൂർത്തമായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് വാർഷിക സാമ്പത്തിക പ്രസ്താവന, കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ 112 അനുച്ഛേദമാണ് വാർഷിക സാമ്പത്തിക പ്രസ്താവന, കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 112 അനുച്ഛേദമനുസരിച്ച് ഓരോ സാമ്പത്തിക വർഷത്തിലും കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാക്കിയ വരവ് ചെലവുകളടങ്ങിയ വാർഷിക സാമ്പത്തിക പ്രസ്താവന, ബജറ്റ് രാഷ്ട്രപതി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ബാധ്യസ്ഥനാണ്. ഇത് കേന്ദ്ര ബജറ്റ് എന്നും അറിയപ്പെടുന്നു.
ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദമാണ് സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ ഭരണഘടനയിലെ 202 അനുച്ഛേദമാണ് സംസ്ഥാന സർക്കാരുകളുടെ ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ 202 അനുച്ഛേദം സംസ്ഥാനങ്ങളിലെ വാർഷിക സാമ്പത്തിക പ്രസ്താവനയെ, സംസ്ഥാന ബജറ്റ്, കുറിച്ച് പ്രതിപാദിക്കുന്നു. ഗവർണറാണ് ഓരോ സാമ്പത്തിക വർഷത്തിലും സംസ്ഥാന നിയമസഭയിൽ ഈ പ്രസ്താവന അവതരിപ്പിക്കാൻ ഉത്തരവാദി. പ്രാർത്ഥനാ സമാജ് സ്ഥാപിച്ചത് ആര്, എപ്പോൾ? ആത്മാറാം പാണ്ഡുരംഗ് 1867 മുംബൈയിൽ. 1867 ആത്മാറാം പാണ്ഡുരംഗ് മുംബൈയിൽ സ്ഥാപിച്ച പ്രാർത്ഥനാ സമാജ് മഹാരാഷ്ട്രയിലെ സാമൂഹിക മത പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഏകദൈവാരാധനയും സാമൂഹിക സമത്വവും ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. ധനനന്ദനെ പരാജയപ്പെടുത്തി മൗര്യ രാജവംശം സ്ഥാപിച്ചത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ BC 322 ഓടെ ധനനന്ദനെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായിരുന്നു. ആദ്യത്തെ വലിയ ഏകീകൃത ഇന്ത്യൻ സാമ്രാജ്യം ഇതായിരുന്നു. പുരാണങ്ങളിൽ മൗര്യന്മാരെ ഏത് സാമൂഹിക വർണ്ണമായിട്ടാണ് പരാമർശിക്കുന്നത്? ശൂദ്രർ. പുരാണങ്ങൾ പോലുള്ള ചില സ്രോതസ്സുകൾ മൗര്യന്മാരെ ശൂദ്ര വംശജരായി ചിത്രീകരിക്കുന്നു. എന്നാൽ അവരുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളും നിലവിലുണ്ട്. ഇത് ചരിത്രകാരന്മാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ്. ദീപവംശവും മഹാവംശവും പോലുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ചന്ദ്രഗുപ്ത മൗര്യനെ ഏത് സാമൂഹിക വർണ്ണമായിട്ടാണ് തിരിച്ചറിയുന്നത്? ക്ഷത്രിയൻ. ബുദ്ധമത ഗ്രന്ഥങ്ങളായ ദീപവംശവും മഹാവംശവും ചന്ദ്രഗുപ്ത മൗര്യനെ മൗര്യ ഗോത്രത്തിലെ ക്ഷത്രിയനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത് അദ്ദേഹത്തിന്റെ സാമൂഹിക ഉത്ഭവത്തെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് നൽകുന്നു. വിശാഖദത്തന്റെ മുദ്രാരാക്ഷസത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനെ വംശാവലിയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വൃഷലൻ, ഒരു ശൂദ്രന്റെ മകൻ. വിശാഖദത്തന്റെ മുദ്രാരാക്ഷസം എന്ന നാടകത്തിൽ ചന്ദ്രഗുപ്ത മൗര്യനെ വൃഷലൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇതിന് ശൂദ്രന്റെ മകൻ എന്ന അർത്ഥം കൽപ്പിക്കാറുണ്ട്. ഇത് മൗര്യന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വാദങ്ങളിൽ ഒന്നാണ്. മുദ്രാരാക്ഷസം എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? വിശാഖദത്തൻ. മുദ്രാരാക്ഷസം വിശാഖദത്തൻ രചിച്ച ഒരു സംസ്കൃത നാടകമാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഭരണകാലത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളും നയതന്ത്രവും ഇതിൽ പ്രതിപാദിക്കുന്നു. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഈ നാടകം നൽകുന്നു. ധനനന്ദനെ പരാജയപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയും ആരായിരുന്നു? ചാണക്യൻ, കൗടില്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ എന്നും അറിയപ്പെടുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഗുരുവും പ്രധാനമന്ത്രിയുമായിരുന്നു ചാണക്യൻ. ഇദ്ദേഹം ധനനന്ദനെ പരാജയപ്പെടുത്തി മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. കൗടില്യൻ, വിഷ്ണുഗുപ്തൻ എന്നീ പേരുകളിലും ഇദ്ദേഹം അറിയപ്പെടുന്നു. ചാണക്യൻ, കൗടില്യൻ രചിച്ച ഭരണതന്ത്രത്തെയും രാഷ്ട്രതന്ത്രത്തെയും കുറിച്ചുള്ള പ്രധാന ഗ്രന്ഥം ഏതാണ്? അർത്ഥശാസ്ത്രം. രാഷ്ട്രതന്ത്രം, സാമ്പത്തികശാസ്ത്രം, സൈനിക തന്ത്രങ്ങൾ എന്നിവയെക്കുറിച്ച് ചാണക്യൻ രചിച്ച ഗ്രന്ഥമാണ് അർത്ഥശാസ്ത്രം. മൗര്യകാലഘട്ടത്തിലെ ഭരണരീതികളെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ ഇത് നൽകുന്നു. പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗ്രന്ഥങ്ങളിലൊന്നാണിത്. കൗടില്യന്റെ സപ്താംഗ സിദ്ധാന്തത്തിൽ അമാത്യൻ എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? മന്ത്രിയും ഉദ്യോഗസ്ഥനും. കൗടില്യന്റെ സപ്താംഗ സിദ്ധാന്തം ഒരു രാജ്യത്തിന്റെ 7 പ്രധാന ഘടകങ്ങളെയാണ് വിശദീകരിക്കുന്നത്. ഇതിൽ അമാത്യൻ എന്നത് മന്ത്രിമാരെയും പ്രധാന ഉദ്യോഗസ്ഥരെയും സൂചിപ്പിക്കുന്നു. ഭരണനിർവഹണത്തിൽ ഇവർക്ക് നിർണായക പങ്കുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യൻ സിംഹാസനാരോഹണം ചെയ്ത വർഷം ഏതാണ്? BCE 321. ചന്ദ്രഗുപ്ത മൗര്യൻ BCE 321 മഗധയുടെ സിംഹാസനത്തിൽ കയറുകയും മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നായിരുന്നു മൗര്യ സാമ്രാജ്യം. BC 305 ചന്ദ്രഗുപ്ത മൗര്യൻ പരാജയപ്പെടുത്തുകയും മൗര്യ സാമ്രാജ്യത്തിന് കാര്യമായ ഭൂപ്രദേശങ്ങൾ നേടുകയും ചെയ്ത ഹെല്ലനിസ്റ്റിക് ഭരണാധികാരി ആരായിരുന്നു? സെല്യൂക്കസ് ഒന്നാമൻ നിക്കേറ്റർ. BC 305 ചന്ദ്രഗുപ്ത മൗര്യൻ സെല്യൂക്കസ് നിക്കേറ്ററിനെ പരാജയപ്പെടുത്തി.
ഈ യുദ്ധത്തെ തുടർന്ന് സിന്ധുവിനും അഫ്ഗാനിസ്ഥാനുമിടയിലുള്ള പ്രദേശങ്ങൾ മൗര്യ സാമ്രാജ്യത്തിന് ലഭിച്ചു. ഇത് മൗര്യ സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചു. ചന്ദ്രഗുപ്ത മൗര്യനും സെല്യൂക്കസ് നിക്കേറ്ററും തമ്മിലുള്ള യുദ്ധം വിവരിച്ച ചരിത്രകാരൻ ആരാണ്? അപ്പിയൻ. റോമൻ ചരിത്രകാരനായ അപ്പിയനാണ് ചന്ദ്രഗുപ്ത മൗര്യനും സെല്യൂക്കസ് നിക്കേറ്ററും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയത്. മൗര്യ സാമ്രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രധാന ഉറവിടങ്ങളിൽ ഒന്നാണിത്. സെല്യൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ച ഗ്രീക്ക് അംബാസഡർ ആരായിരുന്നു? മെഗസ്തനീസ്. ഗ്രീക്ക് നയതന്ത്രജ്ഞനായ മെഗസ്തനീസിനെ സെല്യൂക്കസ് നിക്കേറ്റർ ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചു. മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും അക്കാലത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെക്കുറിച്ചും വിലപ്പെട്ട വിവരങ്ങൾ ഇദ്ദേഹം നൽകി. മെഗസ്തനീസ് രചിച്ച പ്രാചീന ഇന്ത്യയെക്കുറിച്ചുള്ള ഗ്രന്ഥം ഏതാണ്? ഇൻഡിക്ക. മെഗസ്തനീസ് രചിച്ച ഇൻഡിക്ക എന്ന ഗ്രന്ഥം പ്രാചീന ഇന്ത്യയെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ നൽകുന്നു. മൗര്യകാലഘട്ടത്തിലെ ഭരണരീതികൾ, സാമൂഹിക ജീവിതം, ഭൂമിശാസ്ത്രം എന്നിവയെക്കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നു. ചന്ദ്രഗുപ്ത മൗര്യൻ ഏത് ജൈന സന്യാസിയുടെ ശിഷ്യനായിരുന്നു? ഭദ്രബാഹു. തന്റെ വാർദ്ധക്യത്തിൽ ചന്ദ്രഗുപ്ത മൗര്യൻ ജൈനമതം സ്വീകരിക്കുകയും ഭദ്രബാഹു എന്ന ജൈന സന്യാസിയുടെ ശിഷ്യനായി മാറുകയും ചെയ്തു. ഇദ്ദേഹം ജൈനമതപ്രകാരം സല്ലേഖനവ്രതം അനുഷ്ഠിച്ച് ജീവൻ വെടിഞ്ഞു എന്നാണ് വിശ്വാസം.